ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിനത്തിനായി സ്തോത്രം. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 4. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം. ദിനവൃത്താന്തം എവിടെ കിടക്കുന്നു എന്നറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പേജ് നമ്പർ 406, 406, 406-ാമത്തെ പേജ്. സ്തോത്രം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു പേജ് പിൻപിൽ 2-ാം അധ്യായം, അതിൻ്റെ 55-ാം വാക്യം. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 55 വായിക്കുന്നതിന് മുൻപ് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ്, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവനെന്താണ് അപേക്ഷിച്ചത്? യബേസ്, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം ഉപേക്ഷിച്ചില്ല. അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ദൈവം, അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനായ ദൈവം. ഇന്ന് പകലും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയെയും ഉപേക്ഷിക്കാത്തവനായ ദൈവം, യബേസിന്റെ ദൈവം, അവന് അപേക്ഷയ്ക്ക് മറുപടി നൽകി. 9-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. 9-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. കടന്നു വരിക. സ്തോത്രം. 2-ാം അധ്യായം 55-ാം വാക്യം എന്ത് പറയുന്നു? അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈറ്റിലേക്ക് നമ്മുടെ സ്തോത്രം ശ്രദ്ധയെ തിരികെ. ഹല്ലേലൂയ. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 4 വേഴ്സ് 55. സ്തോത്രം. 1 ദിനവൃത്താന്തം 2-55 ആദ്യ സെന്റൻസ് മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ. യബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത്. ആരാ? യബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങൾ ആവിത്. യബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങൾ. ഓഹോ, അതൊരു പട്ടണത്തിന്റെ പേരായല്ലേ? സ്തോത്രം. യബേസ് എന്ന പട്ടണത്തിൽ ആരാ പാർത്തത്? ശാസ്ത്രജ്ഞന്മാർ പാർത്തു. ന്യൂ മെക്സിക്കോ എന്ന് പേരുള്ള ഒരു സംസ്ഥാനം അമേരിക്കയിലുണ്ട്. സ്തോത്രം. അത് സൂസൻ ഡാനിയൽ ആന്റി ക്രൈസന്റൻ മെമ്പറാണ്. വാഷിംഗ്ടൺ DC അടുത്ത് മെറിലാൻഡിൽ അവർ പാർക്കുന്നു. അവരുടെ മകൻ ഡോൺ ഒരു ശാസ്ത്രജ്ഞനാണ്. സ്തോത്രം. അതെ, ആ കുഞ്ഞ് പാർത്തത് എവിടെയാണ്? ന്യൂ മെക്സിക്കോ സംസ്ഥാനത്തിലാണ്. ആന്റി ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ശാസ്ത്രജ്ഞന്മാരുടെ പട്ടണം, ശാസ്ത്രജ്ഞന്മാരുടെ പട്ടണം. പക്ഷേ ഇവിടെ ഇന്ന് പകൽ എനിക്ക് ദൈവജനത്തെ അനുഗ്രഹിപ്പാനാണ് നിയോഗമുള്ളത്. ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേൾക്കുന്ന ഓരോ ചെറുതും വലുതുമായ വാക്കുകൾ പുറത്ത് മഴ പെയ്യുന്നത് പോലെ നിങ്ങളുടെ മേൽ അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് പെയ്യിപ്പിപ്പാൻ വേണ്ടി പോകുന്നു. യബേസ് ശാസ്ത്രജ്ഞന്മാരുടെ പട്ടണമായി. പക്ഷേ ദാറ്റ് സ്റ്റോറി ഈസ് നോട്ട് ഗുഡ്. അവന്റെ സ്റ്റോറി നല്ലതല്ലായിരുന്നു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. ഇന്ന് പകൽ നമ്മൾ കേൾക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൂതിന്റെ തലക്കെട്ട് ഇതാണ്. ഇതാ പുതിയ കഥ. ഇതാ പുതിയ കഥ. ഹിസ്റ്ററി മേക്കറാകുന്ന ജീവിതത്തിൽ നന്മയുടെ കഥകൾ നിങ്ങൾക്കായി രചിപ്പാൻ, നിങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, കുഞ്ഞേ, നിന്നെ നോക്കി ഒത്തിരി പഴയ കഥകൾ പലരും പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ പഴയ കഥകൾ പറയുന്ന സമൂഹത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ കൊണ്ട്
നിന്നിലൂടെ പുതിയൊരു കഥ രചിക്കുമാറാകട്ടെ. ഇതാ പുതിയൊരു കഥ. എടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇതാ പുതിയ കഥ, ഇതാ പുതിയ കഥ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഈസ് എ ഗാഡ് ഓഫ് പോസിറ്റീവ് ചേഞ്ചസ്. ദൈവം സ്തോത്രം നന്മയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം കൊണ്ടുവരുന്നവനാണ്. നന്മയുടെ മാറ്റങ്ങൾ ബൈബിളിൽ അവിടെയായി കർത്താവ് സ്തോത്രം വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്തതായി ധാരാളം നമുക്ക് കാണുവാൻ കഴിയുന്നു. വേദപുസ്തകം പറയുന്നു, അബ്രാമിനെ ദൈവമായ കർത്താവ് അബ്രഹാം ആക്കി തീർത്തു, യാക്കോബിനെ ദൈവം ഇസ്രായേൽ ആക്കി തീർത്തു, സ്തോത്രം ശിമോനെ ദൈവം പത്രോസ് ആക്കി തീർത്തു, ശൗലിനെ ദൈവം പൗലൂസ് ആക്കി തീർത്തു. വ്യക്തികളെ മാത്രമല്ല ദൈവം മാറ്റിയത്. വേദപുസ്തകത്തിൽ കൃത്യവും വ്യക്തവുമായി സ്തോത്രം അതേ നാം പരിശോധിക്കുമ്പോൾ ചില വ്യക്തികളുടെ മാറ്റം അവരിൽ മാത്രം ഒതുങ്ങിയില്ല. ചില വ്യക്തികളുടെ മാറ്റം അവിടെ പട്ടണങ്ങളുടെയും മാറ്റം ആയി തീർന്നു. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ ജില്ലയുടെ മാറ്റമാകട്ടെ, നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ താലൂക്കിന്റെയോ നിങ്ങളുടെ സംസ്ഥാനത്തിന്റെയോ മാറ്റമാകട്ടെ, നിങ്ങളുടെ മാറ്റം ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങളുടെ മാറ്റമായി തീരട്ടെ. ഹല്ലേലൂയ. വായു തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, ഞാൻ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പഴയ ലൈഫ് സ്റ്റൈലിലല്ല ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നത്. സംതിങ് ന്യൂ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ ലെവലിൽ ഞാൻ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല, മറ്റൊരാളിന്റെ അളവിലല്ല, എന്റെ സ്വർഗത്തിലെ അപ്പന്റെ പദ്ധതി പ്രകാരം ഞാൻ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ മാറുമ്പോൾ ഞാൻ മാത്രമല്ല സ്തോത്രം മാറുന്നത്. എന്റെ മാറ്റം എന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. ഞാൻ മാറുമ്പോൾ എന്റെ പട്ടണമേ മാറും. എവിടെയാണോ ഞാൻ കാൽ വെക്കുന്നത് ആ പട്ടണമേ മാറ്റപ്പെടും. കാരണം സ്തോത്രം തിരുവചനം പറയുന്നു, അതെ സ്തോത്രം ലൂസിനെ ബേഥേലാക്കി ദൈവം മാറ്റി, വ്യക്തികളെ ദൈവം മാറ്റി, സ്തോത്രം അതെ പട്ടണങ്ങളെ ദൈവം മാറ്റി. ബൈബിളിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ 14 തരത്തിലുള്ള പേര് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വ്യക്തികളായിട്ടും പട്ടണങ്ങളായിട്ടും 14 തരത്തിലുള്ളതായ മാറ്റങ്ങൾ കാണുവാൻ കഴിയും. നിസാൻ മാസം 14-ാം തീയതി ഇസ്രായേൽ ജനം ചോരത്തളി ആചരിച്ച് അവർ വിടുതൽ പ്രാപിച്ചു ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നു എങ്കിൽ 14 എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് സൽവേഷൻ ആൻഡ് ഡെലിവറൻസ്. അത് രക്ഷയുടെ സംഖ്യയാണ്, അത് വിടുതലിന്റെ സംഖ്യയാണ്, അത് രക്ഷയുടെ സംഖ്യയാണ്, അത് വിടുതലിന്റെ സംഖ്യയാണ്. 14 പ്രാവശ്യം ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ 14 പ്രാവശ്യം മാറ്റത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഇൻ ജീസസ് നെയിം ഗെറ്റ് റെഡി. 2021 മെയ് മാസം മുതൽ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾ കാണുവാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ മക്കളില്, നിങ്ങളുടെ ഭവനത്തില്. നാളെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ലോക്ക്ഡൌൺ ഇല്ലായിരുന്നെങ്കിൽ ഓഫീസിൽ ചെന്നാൽ പോസിറ്റീവ് 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 ചേഞ്ചസ് ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. രക്ഷിക്കപ്പെട്ടോ വിടുതലിന് വേണ്ടി ഒരു പോസിറ്റീവ് ചേഞ്ച് ദൈവകൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. തിരുവചനം പറയുന്നു, ബെനോനിയെ സ്തോത്രം ബെഞ്ചമിനാക്കി തീർത്തവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കഷ്ടതയുടെ അവസ്ഥയെ നന്മയാക്കി തീർക്കുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നന്മയ്ക്കായി ദൈവം മാറ്റിയതായ ഒരു മനുഷ്യനായിരുന്നു യബേസ്. 35 അധ്യായത്തിൽ യാക്കോബിനെ കുറിച്ച് പഴയ നിയമത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. കർത്താവ് യേശുവിനെ കുറിച്ച് 4 സുവിശേഷങ്ങളിൽ അധ്യായമായി നിങ്ങൾക്ക് വായിപ്പാൻ കഴിയും. എന്നാൽ ഇവിടെ ഇതാ 2 വാക്യങ്ങളിൽ ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് പിക്ചർ പരിശുദ്ധാത്മാവ് പെയിന്റ് ചെയ്ത് മനോഹരമായി സൂക്ഷിക്കുകയാണ്. 2 വാക്യങ്ങളിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചിത്രം പരിശുദ്ധാത്മാവ് പകർന്നു നൽകുകയാണ്. ആ സ്തോത്രം വ്യക്തിയെ കുറിച്ച് നീളത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും യബേസിന്റെ ജീവിതത്തെ കുറിച്ച് ആഴത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ദൂതനായി സ്തോത്ര. ഇന്ന് പകൽ ലോകത്തിൽ ഒരു പക്ഷേ നിങ്ങൾ നീളത്തിൽ ഇല്ലെങ്കിലും തമ്പുരാന്റെ പക്കൽ നിങ്ങൾ ആഴത്തിൽ നിൽക്കുന്നുവെങ്കിൽ ഉയരത്തിൽ വെളിപ്പെടുന്ന ഒരു മഹത്വമുണ്ട്. ആഴത്തിൽ നിൽക്കുന്നെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, ഉയരത്തിൽ വെളിപ്പെടുന്ന ഒരു മഹത്വമുണ്ട്. സ്തോത്രം. യബേസിനെ നോക്കിയാട്ടെ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് വെറും മോശമാണ്, അവന്റെ ചുറ്റുപാട് വെറും മോശമാണ്. അവന്റെ അമ്മ തന്നെ അവനെ നോക്കി പറഞ്ഞത് നീ വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് യബേസ് എന്നാണ് പേര് ഇട്ടത്. സ്തോത്രം. ഏറ്റവും കൂടുതൽ ആശ്വാസത്തിന്റെ വാക്ക് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. എനിക്ക് നല്ലൊരു മമ്മിയുണ്ട്, ഞങ്ങളുടെ മമ്മി ഒത്തിരി നല്ല മമ്മിയാണ്, പ്രാർത്ഥിക്കുന്ന മാതാവ്, കണ്ണുനീരൊടുക്കുന്ന
മാതാവ്, ഇപ്പോഴും മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാവ്, ഹേ അമ്മമാർ എന്നെ കേൾക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഓഫീസാണ് അപ്പന്റെ അധ്വാനമെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനയാണ് മക്കളെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ കൂടെ, അപ്പന്റെ അധ്വാനമെങ്കിൽ അമ്മയുടെ പ്രാർത്ഥനയാണ് മക്കളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. തകർന്ന് ക്രൂശുമായി കടന്നു പോകുമ്പോഴും യേശു കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. അതെ, കരയുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്ന മക്കൾ നിങ്ങളുടെ ഭവനത്തിൽ ഉയരുക തന്നെ ചെയ്യും. സ്തോത്രം. എന്നാൽ ആശ്വാസത്തിന്റെ ശബ്ദമാണല്ലോ അമ്മയുടെ ശബ്ദം, ആദരവിന്റെ ശബ്ദമാണ് അമ്മയുടെ ശബ്ദം. എന്നാൽ തിരുവചനം പറയുന്നു, ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ വണ്ണം ഒരു കണ്ണ് പോലും രക്ഷപ്പെടും എന്ന് പറവാൻ കഴിയാത്ത വിധത്തിൽ അത്രത്തോളം വികൃതമായിരുന്നു യബേസിന്റെ ജീവിതം. അത്രത്തോളം അവൻ ഉടഞ്ഞു കിടക്കുകയാണ്. നാട്ടുകാരും ശത്രുക്കളും മാത്രമല്ല പറഞ്ഞത്, സ്വന്തം അമ്മ പോലും പറഞ്ഞിരിക്കുന്നു, രക്ഷയില്ല കേസാണ് ഇത് രക്ഷപ്പെടത്തില്ല, ഇത് നല്ലത് നന്നാകത്തില്ല. ഇന്ന് പകൽക്കാലം ആരേലും നിങ്ങൾ നോക്കി നീ നന്നാകത്തില്ല എന്ന് പറഞ്ഞു എങ്കിൽ, അത് അകന്നവരാകട്ടെ അടുത്ത് നിൽക്കുന്നവരാകട്ടെ, അത് ശത്രുക്കളാകട്ടെ അത് മിത്രങ്ങളാകട്ടെ, നിനക്ക് രക്ഷയില്ല എന്ന് പറയുന്നു എങ്കിൽ, നിനക്ക് നല്ലൊരു ജീവിതമില്ല എന്ന് പറയുന്നു എങ്കിൽ, നിന്റെ ശുശ്രൂഷ ശരിയാകത്തില്ല എന്ന് പറയുന്നുവെങ്കിൽ, നിന്റെ ഭാവി നന്നാകത്തില്ല എന്ന് പറയുന്നു എങ്കിൽ, ഇൻ ജീസസ് നെയിം ആ തിന്മയുടെ വർത്തമാനം പറഞ്ഞ ജനത്തിന്റെ നടുവിൽ അവരെ മിണ്ടാതാക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉദിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. അങ്ങനെ സ്വന്തം അമ്മ പോലും, സ്തോത്രം, അതെ, അവന്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് പറഞ്ഞതായ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അമ്മ അവന് പേരിട്ടത് യബേസ്. യബേസ് എന്ന് പറഞ്ഞാൽ വേദന. യബേസ് എന്ന് പറഞ്ഞാൽ വേദന. ആരോ പറയുന്നുണ്ടായിരിക്കും, സ്തോത്രം, ഞാൻ വേദനയുടെ പുരുഷനാണ്, ഞാൻ വേദനയുടെ ബോയ് ആണ്, ഞാൻ വേദനിക്കുന്ന ഗേൾ ആണ്, ഞാൻ വേദനിക്കുന്ന സ്ത്രീ ആണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു ഗുഡ് ന്യൂസ് പറയട്ടെ. സാഹചര്യമല്ല പറയുന്നത്, സുവാർത്ത പറയട്ടെ, കർത്താവിന്റെ സുവിശേഷം പറയട്ടെ. നീ വേദനയുടെ സ്ത്രീ, വേദനയുടെ പുരുഷൻ എന്ന് പറയുന്നുവെങ്കിൽ എന്നും വേദന അല്ല, എന്നും വേദന അല്ല. സ്തോത്രം. സഭാപ്രസംഗി 3:1 പറയുന്നു, എല്ലാറ്റിനും ദൈവത്തിന് മുൻപിൽ ഒരു സമയമുണ്ട്. എന്നും കണ്ണുനീർ അല്ല, എന്നും ദുഃഖം അല്ല. നീ വേദനയുടെ പുത്രനായി തുടരുന്നത് ദൈവത്തിന് ഹിതമുള്ള കാര്യം അല്ല. ഈ മെയ് മാസം 16-ാം തീയതി പുതിയൊരു ചാപ്റ്റർ നിന്റെ ജീവിതത്തിൽ ഗോൾഡൻ ലിപിയിൽ ദൈവം ഇതാ എഴുതി തുടങ്ങുവാൻ വേണ്ടി പോകുന്നു. മേലാൽ നീ ദുഃഖത്തിന്റെ പുത്രനല്ല, ദുഃഖത്തിന്റെ പുത്രിയും അല്ല. അമ്മ, സ്തോത്രം, അവൻ വേദനയുടെ മകൻ എന്ന് പറഞ്ഞ് ഇപ്രകാരം പേരിട്ടു യബേസ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, she named him, you are the son of my sorrow. കേക്ക്, you are the son of my sorrow, you are the son of my sorrow. എനിക്ക് കുറച്ച് സാറയുണ്ട്, എനിക്ക് കുറച്ച് ദുഃഖമുണ്ട്, ആ ദുഃഖം ഞാൻ നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന്. സ്തോത്രം. എനിക്ക് കുറച്ച് ദുഃഖമുണ്ട്, സ്തോത്രം, ആ ദുഃഖം ഞാൻ നിന്നിലേക്ക് ഇതാ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പേര് യബേസ്. സ്തോത്രം. ദുഃഖിക്കുന്ന അമ്മമാര്, നിങ്ങളുടെ ദുഃഖമല്ല മക്കളുടെ തലയിൽ കെട്ടിവെക്കേണ്ടത്. ശാപമുള്ള അപ്പന്മാരുണ്ടെങ്കിൽ ശാപമല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും അല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. പകരം എന്റെ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ അനുഗ്രഹമാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. നിന്റെ, സ്തോത്രം, തിന്മയല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. നിന്റെ നന്മ മാത്രം മക്കൾക്ക് കൊടുത്താട്ടെ. ഒരു പക്ഷേ ഏതോ, സ്തോത്രം, മക്കൾ പറയുമായിരിക്കും, അയ്യോ എന്റെ അപ്പന്റെ തിന്മ എന്റെ മേൽ വീണിരിക്കുന്നു, എന്റെ അമ്മയുടെ തിന്മ എന്റെ മേൽ വന്നിരിക്കുന്നു, അപ്പന്റെ ബ്ലഡ് പ്രഷർ എനിക്കുണ്ട്, അമ്മയുടെ രോഗങ്ങൾ എന്നെ വേട്ടയാടുന്നു, കുടുംബത്തിന്റെ പൂർവികരുടെ പ്രശ്നങ്ങൾ നിഴൽ പോലെ എന്നെ പിന്തുടരുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ക്രൂശിൽ നിങ്ങൾക്ക് പരിഹാരമുണ്ട്.
ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, പൂർവികരിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ, പൂർവികരിൽ മാനസിക രോഗമുണ്ടെങ്കിൽ, പൂർവികരിൽ മാതാവിൽ പിതാവിൽ ശാപമുണ്ടെങ്കിൽ, ക്രൂശിൽ പരിഹാരമുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, 1 പത്രോസിന്റെ ലേഖന 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ റിഡംഷൻ. അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളെ വീണ്ടെടുത്തത് സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ട് കൊണ്ടല്ല, അമേരിക്കൻ ഡോളറോ സ്റ്റെർലിംഗ് പൗണ്ട് കൊണ്ടോ അല്ല. നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നു വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നു. എങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെങ്കിൽ അപ്പന്റെ രോഗം നിനക്കുള്ളതല്ല, അമ്മയുടെ ക്യാൻസർ നിനക്കുള്ളതല്ല, ആ ഹൃദയരോഗം നിന്നെ തൊടത്തില്ല, ആ സ്ട്രോക്ക് എത്തി നോക്കത്തില്ല, ആ രോഗങ്ങൾ, ആ ശാപങ്ങൾ, അവർ കണ്ടതായ പ്രശ്നങ്ങൾ നീ കാണുകയില്ല. കാരണം ഇന്ന് പകൽക്കാലം ക്രൂശിലെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പന്റെ തിന്മ, അമ്മയുടെ തിന്മ, കുടുംബത്തിന്റെ തിന്മ നോ വേ. ആത്മാവിൽ ജ്വലിച്ചിരുന്നാട്ടെ. ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചക്കിരിപ്പാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, ജ്വലിക്കുന്ന വിളക്കിൽ ഈച്ചക്കിരിപ്പാൻ കഴിയത്തില്ല എന്ന പോലെ ആത്മാവിൽ ജ്വലിക്കുന്നവന്റെ മേൽ പാരമ്പര്യ ശാപങ്ങൾക്ക് കുടിയിരിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. കൃപ ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് മൈ പെയിൻ, യു ആർ ദ സൺ ഓഫ് മൈ സോറോ. എന്റെ ദുഃഖത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് അവന് വ്യസനം എന്ന പേര് നൽകി യബേസ് എന്ന് വിളിച്ചു. ഞാൻ പറയട്ടെ, അബ്രഹാം തന്റെ തലമുറയ്ക്ക് വ്യസനമല്ല കൊടുത്തത്, ഇസഹാക്ക് തന്റെ തലമുറയ്ക്ക് വ്യസനമല്ല കൊടുത്തത്, ഫൈനലി യാക്കോബൻ തന്റെ തലമുറയ്ക്ക് വ്യസനവും ശാപവും അല്ല കൊടുത്തത്. അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചുവെങ്കിൽ അപ്പൻ മക്കളെ അനുഗ്രഹിക്കട്ടെ, അമ്മ മക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹത്തിന്റെ ശബ്ദം പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹത്തിന്റെ ശബ്ദം നിറയട്ടെ. നെഗറ്റീവ് ശബ്ദമല്ല. ബുദ്ധിയില്ല, പഠിക്കത്തില്ല, ഉഴപ്പാണ്. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. പകരം അനുഗ്രഹ ശബ്ദം പറഞ്ഞാട്ടെ. എന്തു വിതയ്ക്കുമോ അതാണ് കൊയ്യുന്നത്, എന്തു പറയുമോ അതാണ് ഭവിക്കുന്നത്. ആരും മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, എന്ത് പറയുമോ അതാണ് സംഭവിക്കുന്നത്, എന്ത് വിതയ്ക്കുമോ അതാണ് കൊയ്യുന്നത്. സ്തോത്രം. അമ്മ പറഞ്ഞു, നീ ദുഃഖത്തിന്റെ മകനാണ്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ നീ പറയുമായിരിക്കും, എന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ നോക്കി പറവാൻ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിഞ്ഞ മണിക്കൂറുകൾ, ദിവസങ്ങളിൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, പോയി എന്റെ ജനത്തോട് പറ, there is going to be a change. ഒരു വ്യത്യാസം, a heavenly change, ഒരു വ്യത്യാസം, സ്വർഗീയ മാറ്റം ഈ ജനത്തിൽ ഉണ്ടാകാൻ പോകുന്നു. താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഒരു വ്യത്യാസം, പരാജയത്തിൽ നിന്ന് ജയത്തിലേക്കുള്ള ഒരു വ്യത്യാസം, ദുഃഖത്തിൽ നിന്ന് ആഘോഷത്തിലേക്കുള്ള ഒരു വ്യത്യാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഈ സർവീസിലും രോഗങ്ങൾ മാറി പകരം സൗഖ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വ്യത്യാസം, ശാപങ്ങളിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു. തല കുനിഞ്ഞ ഇടങ്ങളിൽ തല ഉയർത്തുന്ന വ്യത്യാസം ദൈവകൃപയാൽ ഉണ്ടാകാൻ പോകുന്നു. നിന്ദിക്കപ്പെട്ട ഇടത്ത് മാനിക്കപ്പെടുന്ന വ്യത്യാസം ഈ ജനത്തിന് ദൈവകൃപയാൽ ഉണ്ടാകാൻ പോകുന്നു. There is a positive change. ഈ അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ചിന്റെ ആരവാരം, ഒരു നന്മയുടെ വ്യത്യാസത്തിന്റെ ആരവാരം. ഈ അന്തരീക്ഷത്തിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഇന്റൻസ് ചെയ്തിരിക്കുകയാണ്, അവൻ നിറച്ചിരിക്കുകയാണ്. സ്തോത്രം. നീ മാറുകയാണ്. നിന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമായിരിക്കാം. അയ്യേ, ഇങ്ങനെ ഒരു അപ്പന്റെ മോനായി പോയല്ലോ, ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ, ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ജനിച്ചു പോയല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ പാസ്റ്റിലെ മിസ്റ്റേക്ക് എത്രയാണെങ്കിലും സ്തോത്രം, നിന്റെ ഫ്യൂച്ചറിൽ വ്യത്യാസം തരുവാൻ കഴിവുള്ളവന്റെ പേരാണ് ദൈവം. അതുകൊണ്ടാണ് അവനെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. UDF, LDF, മൂന്നാം മുന്നണിക്ക്, പ്രധാനമന്ത്രിക്ക്, മറ്റേ രാജാവിന്, രാജ്ഞിക്ക്, ആർക്കും നിന്റെ പാസ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പരിഹരിപ്പാൻ കഴിയത്തില്ല. നിന്റെ ഭൂതകാലത്തേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ ഇന്നലകളിൽ ഉണ്ടായ പ്രോബ്ലംസിനെ പരിഹരിപ്പാൻ വേറെ ആർക്കും കഴിയത്തില്ല. എന്നാൽ യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവിന്, യുഗങ്ങളുടെ ദൈവത്തിന്, ദ റോക്ക് ഓഫ് ഏജസ്, അവന് നിന്റെ ഇന്ന് മാത്രമല്ല, അവൻ നിന്റെ നാളെ
എന്തെയും പരിഹരിപ്പാൻ ശക്തനാണ്. ഒരു പക്ഷേ നീ വിചാരിക്കും ബക്കിംഗ്ഹാം പാലസിൽ ജനിച്ചാൽ മതിയായിരുന്നു, വൈറ്റ് ഹൗസിൽ ജനിച്ചു വീണാ മതിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ മുതലാളിയുടെ കുഞ്ഞായി ജനിച്ചാൽ മതിയായിരുന്നു. എന്നാൽ സ്തോത്രം, എന്റെ കർത്താവ് he didn't say I was, but he said I am that I am. എത്രയൊക്കെ മനസ്സിലായി? He said I am. He didn't say I was. ഞാൻ ആയിരുന്നു എന്നല്ല അവൻ പറഞ്ഞത്, ഞാൻ ആകുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഓ സ്തോത്രം, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞവൻ, അതിനർത്ഥം സ്തോത്രം, അതെ, അവൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് പെൻഷൻ പറ്റിയ ദൈവം അല്ല. ഇന്നലെ ഉണ്ടായിരുന്നു, പിന്നെ കാലഹരണപ്പെട്ടവൻ അല്ല. ഇന്നലെ ഉണ്ടായിരുന്നു, മെനിഞ്ഞാന്ന് പെയ്ത മഴയിൽ അവൻ ഒലിച്ചുപോയവൻ അല്ല. അവൻ ഇന്നും ദൈവമാണ്. അവൻ ഇന്നലത്തെ കർത്താവാണ്, ഇന്നത്തെ കർത്താവാണ്, അവൻ നാളത്തെയും കർത്താവാണ്. നിന്റെ സാഹചര്യം മോശമായിരിക്കാം. ഒരുപക്ഷെ നീ പറയുമായിരിക്കും, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. സ്തോത്രം, അതെ, ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്, വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കളാണ്, എന്തൊരു കുടുംബമാണ്, എന്തൊരു സ്തോത്രം, അതെ, സാഹചര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, നിന്റെ പാസ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ ഫ്യൂച്ചറിനെ നന്നാക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാസ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ ഫ്യൂച്ചറിനെ നന്നാക്കുന്നവനാണ് കർത്താവ്. പക്ഷെ നീ പറയുമായിരിക്കും, അയ്യോ അങ്ങനെയൊക്കെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഇന്നലെ അല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നീ പറയുന്നുണ്ടായിരിക്കാം. സ്തോത്രം, നിന്റെ ഇന്നലകളിലേക്കായിരിക്കും പിശാച് വിരൽ ചൂണ്ടുന്നത്, സാത്താൻ വിരൽ ചൂണ്ടുന്നത് ഇന്നലകളിലായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ the enemy is pointing your past, but I want to tell you he is painting your future. The enemy is pointing your past, but the Lord is painting your future. Pointing the past, that's the duty of the enemy. He is pointing the past, but he is painting your glorious future. നിന്റെ ഇന്നലകളിലേക്ക് പിശാച് വിരൽ ചൂണ്ടുമ്പോൾ മനോഹരനായ ദൈവം, സ്തോത്രം, ശാരോനിന്റെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമര ഭൂ, സർവാംഗ സുന്ദരൻ, സുന്ദരമായ ഒരു ഭാവി നിന്റെ ജീവിതത്തിലേക്ക് ഇതാ പെയിന്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, അത് യബേസേ, നിന്റെ പാസ്റ്റ് ഒത്തിരി മോശമാണ്. ഒരുപക്ഷെ നീ ജനിച്ചപ്പോൾ അംഗവൈകല്യനായത് കൊണ്ടായിരിക്കാം അമ്മ യബേസ് എന്ന് പേരിട്ടത്. ഒരുപക്ഷെ നിന്റെ തല വലുതായിരിക്കാം, നിന്റെ കൈകാലുകൾ വളഞ്ഞു പൊളഞ്ഞതായിരിക്കാം. നിന്റെ ഇന്നലകളിലുള്ളതായ ബലഹീനതകളെ, നിങ്ങളുടെ ഇന്നലകളിലുള്ള മിസ്റ്റേക്കിനെ, ഇന്നലകളിലുള്ള പ്രോബ്ലംസിനെ മനുഷ്യൻ, സ്തോത്രം, അതേ, വിരൽ ചൂണ്ടുന്നു, സാത്താൻ വിരൽ ചൂണ്ടുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ സംഭവിച്ചതായ പ്രോബ്ലംസ്, ഇന്നലകളിൽ സംഭവിച്ച തകർച്ചകൾ, നഷ്ടങ്ങളെ മനുഷ്യൻ വിരൽ ചൂണ്ടി നിന്റെ ഹിസ്റ്ററിയെ അവർ വച്ചിട്ടിരിക്കുന്നെങ്കിൽ, നിന്റെ ഹിസ്റ്ററിയെ പിടിച്ചിട്ടിരിക്കുന്നവരോട് പറ, നിന്റെ ഹിസ്റ്ററിയെ പിടിച്ചിട്ടിരിക്കുന്നവരോട് പറ, സ്തോത്രം, നീ ഇവിടെ ഇരുന്നോ, ഞാൻ എന്റെ ഡെസ്റ്റിനിയിലേക്ക് പോകുകയാണ്. ഒരിക്കൽ കൂടെ, സ്തോത്രം, എന്റെ ഹിസ്റ്ററിയെ നോക്കിയിരിക്കുന്നവരെ, നീ എവിടെ ഇരുന്നോ, പക്ഷേ ഞാൻ എന്റെ ഡെസ്റ്റിനിയിലേക്ക് പോകുകയാണ്, ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് പോകുകയാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, പെട്ടി പാക്കേജ്. സ്തോത്രം, പെട്ടെന്ന് പറഞ്ഞാട്ടെ, പെട്ടി പാക്കേജ്. ഒരു യാത്ര ഇന്ന് പകൽക്കാലമുണ്ട്. ഓ ഗെറ്റ് റെഡി, ഒരു യാത്ര ഇന്ന് പകൽക്കാലമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ തന്നെ, പാർക്കുന്ന വീട്ടിൽ തന്നെ, പക്ഷെ നിന്റെ ആത്മാവിൽ ഒരു കുതിപ്പ്, നിന്റെ ആത്മാവിൽ ഒരു കുതിപ്പ്, നിന്റെ ആത്മാവിൽ ഒരു കുതിപ്പ് ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഉണ്ടാകും. സ്തോത്രം, ഇൻ ജീസസ് നെയിം. നീ എന്റെ ഹിസ്റ്ററി നോക്കി അവിടെ തന്നെ സ്റ്റേ ചെയ്തോട്ടെ, ഞാൻ എന്റെ ഡെസ്റ്റിനിയിലേക്ക് പോകട്ടെ. കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്നതിനേക്കാൾ ഞാൻ എവിടേക്ക് പോകുന്നു അത് എത്രയോ മനോഹരമാണ്. ഓ കമാൺ, ഒരിക്കൽ കൂടെ, സ്തോത്രം, ഞാൻ എവിടെ നിന്ന് വന്നു എന്നതിനേക്കാൾ എന്നെ ദൈവം എവിടെ കൊണ്ടുപോകുന്നു എന്നത് എത്രയോ മനോഹരമാണ്. ഞാൻ പറയുന്നത് ജോഗ്രഫിക്കൽ ഷിഫ്റ്റ് ആയിരിക്കണമെന്നില്ല. പകരം ഇൻ ജീസസ് നെയിം തുടർന്നുള്ള മാസങ്ങളില്, തുടർന്നുള്ള വർഷങ്ങളില് ദൈവത്തിന്റെ കൃപയാൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തതായ പോസിറ്റീവ് ചേഞ്ചസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. ഇതാ പുതിയ കഥ, ഇതാ പുതിയ കഥ. ശബ്ദം ഉയർത്തി പറ, ഇതാ പുതിയ കഥ. നിന്റെ പഴയ കഥകളെ കഥമേൽ കഥകളായി പറഞ്ഞവരുടെ നടുവിൽ കൃപമേൽ കൃപ തന്ന്, ശക്തിമേൽ ശക്തി തന്ന്, ബലത്തിന്മേൽ ബലം തന്ന്, മഹത്വത്തിന്മേൽ മഹത്വം അണിയിച്ച് ദൈവമായ കർത്താവ്, സൃഷ്ടി കർത്താവായ ദൈവം, അവൻ നിന്നിലൂടെ ഇതാ പുതിയൊരു കഥ, പുതിയൊരു കഥ, പുതിയൊരു കഥ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ്
ജീസസ് നെയിം. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഭാവിയെ നോക്കി വ്യാകുലപ്പെടുകയാണ്. ഒരു കൊടുങ്കാറ്റ് വന്നു പോവുകയാണ്, മഴ തീരുന്നില്ല, കോവിഡ് വർദ്ധിക്കുകയാണ്, ലോക്ക്ഡൌൺ തുടരുകയാണ്. ഭാവിയെ നോക്കി ലോകം മുഴുവൻ ആശങ്കപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, ദൈവമില്ലാത്തവർ BP പേഷ്യന്റ് ആയി തീരുമ്പോൾ ദൈവത്തിന്റെ സഭ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഈ പുസ്തകം എഴുതിയ ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥനായ കർത്താവ് പറഞ്ഞു, നിന്റെ ലാറ്റർ ഗ്ലോറി നിന്റെ ഫോമർ ഗ്ലോറിയേക്കാൾ വലുതായിരിക്കും. ഓ, നീ കണ്ട മഹത്വത്തെക്കാൾ കാണുന്ന മഹത്വം വലിയതായിരിക്കും. എത്ര പേർ ആമേൻ പറയുന്നു? നീ കണ്ട മഹത്വത്തെക്കാൾ കാണാൻ പോകുന്ന മഹത്വം വലിയതായിരിക്കും. നീ കാണാൻ പോകുന്ന കൺവെൻഷൻ വളരെ മഹത്തരം, കാണാൻ പോകുന്ന ക്രൂസൈഡ്, കാണാൻ പോകുന്ന ശുശ്രൂഷകള് എത്രയോ മഹത്തരമാണ്. നിന്റെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടെ, നിന്റെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. തലമുടി നരച്ചു കാണും, പല്ലാടി തുടങ്ങി കാണും, നട്ടും ബോൾട്ടും അല്പം ലൂസായി കാണും. പക്ഷെ 77 വയസ്സെങ്കിലും 82എങ്കിലും ഞാൻ പറയട്ടെ, നിന്റെ നല്ല കാര്യങ്ങൾ നീ മക്കളിലും കൊച്ചുമക്കളിലും നിന്നിലും നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ബെസ്റ്റ് yet to come in Jesus name. Best yet to come. അതുകൊണ്ട് നിന്റെ സ്തോത്രം സാഹചര്യം എത്ര മോശമായാലും സ്തോത്രം നിന്റെ ഭാവിയെ നന്നാക്കുന്ന കർത്താവ്. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു അതിനെന്താ ചെയ്യേണ്ടത്? ഓ, തേങ്ങ അടിക്കണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, കർപ്പൂര ദീപം തെളിയിക്കണ്ട, പള്ളി മാറണ്ട. പകരം നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരട്ടെ. നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നാൽ എത്ര കുത്തുവിട്ട പുസ്തകം പോലെയുള്ള ജീവിത ശൈലിയാണെങ്കിലും ഗ്യാരണ്ടിയാ ഞാൻ പറയുന്നു, എത്ര സ്തോത്രം തകർന്നു കിടക്കുന്ന ദർപ്പണം പോലെ തകർന്നവനാണെങ്കിലും ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനായ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഓ, ലോകം മുഴുവൻ വിളിച്ചു പറയും, ദാ പുതിയ കഥ, ദാ പുതിയ കഥ. ഈ 16-ാം തീയതിയും സ്തോത്രം ഇതാ നീ കേൾക്കുന്നുണ്ടോ? ആരാണ്ട് ആ വാതിൽ തട്ടുന്നു. നിന്റെ വീടിന്റെ വാതിലല്ല, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഒരുവൻ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നളി ചെയ്ത കർത്താവ്. അത്താഴം കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് അല്ല, അത്താഴം കഴിക്കും. അത്താഴം രാത്രിയിൽ കഴിക്കുന്നതാണ്. ദുഃഖപുത്രരായ എബേസുമാരെ ഇന്ന് പകൽക്കാലം കേൾക്കണമേ, ദുഃഖപുത്രിമാർ കേൾക്കണമേ. രാത്രിയിൽ ആരുമില്ലാത്ത ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അവസ്ഥകളിൽ ആരും നിന്റെ അടുക്കൽ വരാനില്ലാതിരിക്കുമ്പോൾ, ഓ, നീ ഒറ്റപ്പെടുന്ന നിന്റെ രാത്രികളിൽ, നിന്റെ രാത്രിയുടെ അധ്യായത്തിൽ നിന്നെ നന്നാക്കാൻ നീ വന്ന കാലങ്ങളെക്കാൾ, നീ കഴിഞ്ഞു വന്നതായി നിന്റെ ബാക്ക്ഗ്രൗണ്ടിനേക്കാൾ ഏറ്റവും മഹത്തരമായി നിന്റെ ഫ്യൂച്ചറിനെ നന്നാക്കുവാൻ യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നു. ഇന്ന് പകൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നീ എടുത്താട്ടെ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാട്ടെ. നിന്റെ ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത് ആ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചതോ ആ കോളേജിൽ ചേർന്നതോ അല്ല. നിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിയെ വിവാഹം കഴിച്ചതോ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയതോ അല്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞത് യേശുവിനെ രക്ഷകനും കർത്താവുമായി നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതാണ്. കർത്താവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്നേ നീ തകർക്കപ്പെട്ടേനെ, എന്നേ നീ ഉടയപ്പെട്ടേനെ. എന്നാൽ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ആർക്കും നന്നാക്കാൻ കഴിയാത്തവൻ, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവനെ ഏറ്റവും മഹാനാക്കി തീർക്കുന്നവനാണ് ദൈവം. ആർക്കും പ്രതീക്ഷയില്ലാത്തവനെ സ്തോത്രം ഏറ്റവും മഹാനാക്കി തീർക്കുന്നവനാണ് കർത്താവ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. അങ്ങനെ ആർക്കും പ്രതീക്ഷയില്ലാത്ത കിടന്ന ഒരു മനുഷ്യനായിരുന്നു സ്തോത്രം യബേസ്. സ്വന്തം അമ്മയ്ക്ക് പോലും അവനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നതേയില്ല. സ്വന്തം അമ്മ പോലും അവനോട് പറഞ്ഞു, നിനക്കെന്നും കരച്ചിലായിരിക്കും, നിനക്കെന്നും ദുഃഖമായിരിക്കും, കണ്ണുനീരിനാൽ മുഴുകപ്പെട്ട ജീവിതമായിരിക്കും നിന്റെ ജീവിതം. നീ എന്നും കരയും, നീ എന്നും ദുഃഖിക്കും, എന്നും ദുഃഖിക്കും, എന്നും കരയും. യു ആർ ദ സൺ ഓഫ് പെയിൻ. നീ വേദനയുടെ മകൻ, നീ യബേസ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരു പ്രാർത്ഥന അവനെ വ്യത്യാസപ്പെടുത്തി.
എന്താണ് വ്യത്യാസപ്പെടുത്തിയത്? ഒരു പ്രാർത്ഥന അവനെ വ്യത്യാസപ്പെടുത്തി. ജീവിതത്തിൽ വ്യത്യാസം വേണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, വ്യത്യാസം വേണമെങ്കിൽ നീ പ്രസംഗം കേൾക്കുകയല്ല വേണ്ടിയത്, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കട. ദൈവദാസന്മാരുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രസംഗം സ്തോത്രം രാവിലെ മുതൽ രാത്രി വരെ കേൾക്കുന്നത് കൊണ്ടല്ല സ്തോത്രം, അതെ നീ വ്യത്യാസപ്പെടുന്നത്, പകരം നിന്റെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് മുൻപിൽ നീ പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥന കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയത് വാചകമടിച്ചത് കൊണ്ടല്ല, എന്നെ പോലെ മൈക്കും പിടിച്ച് വാചകമടിച്ചത് കൊണ്ടല്ല. ആരെങ്കിലും എന്തെങ്കിലും നേടിയത് പകരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഒറ്റയ്ക്ക് മക്കൾ ഉൾപ്പെടെ ഉള്ളവർ, കുഞ്ഞുങ്ങൾ കേട്ടോ, കുഞ്ഞുങ്ങൾ, ബോയ്സ് ആൻഡ് ഗേൾസ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കട്ടെ, കുടുംബമായി പ്രാർത്ഥിക്കട്ടെ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കട്ടെ, കുടുംബമായി പ്രാർത്ഥിക്കട്ടെ. സക്സസ് എന്ന് പറയുന്നത് വല്ലവരുടെയും കാര്യം പറഞ്ഞ നാക്കിൽ തഴമ്പ് വർദ്ധിക്കുന്നത് അല്ല, പകരം മുട്ടുമടക്കി പ്രാർത്ഥിച്ച് മുട്ടിൽ തഴമ്പ് വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ സക്സസ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സ്തോത്രം, അതേ ദൈവകൃപയാൽ നന്നാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു, സ്തോത്രം, അതേ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലത്ത് സ്തോത്രം ശിഷ്യന്മാർ അത്ഭുതം കണ്ട് 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000-ലധികം പുരുഷാരത്തെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു പോഷിപ്പിച്ചു. സ്തോത്രം, ശിഷ്യന്മാർ പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു. യേശു കാറ്റിനെ ശാസിച്ചു, നല്ലത്. യേശു കർത്താവ് കടലിന് മുകളിൽ നടന്നു, നല്ലത്. യേശു കർത്താവ് ഒറ്റ വാക്കുകൊണ്ട് 6000 ഭൂതത്തെ പുറത്താക്കി, നല്ലത്. യേശു കർത്താവ് കുരുടന്റെ കണ്ണിനെ തുറന്നു, ചെകിടന്റെ ചെവിയെ തുറന്നു. സ്തോത്രം, അതേ ബറിയൽ സർവീസിനെ റിസറക്ഷൻ സർവീസ് ആക്കി തീർത്തു. അടക്കാരാധന ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരാധനയാക്കി യേശു കർത്താവ് തീർത്തു. എന്നാൽ അതൊക്കെ കണ്ട് കൈയടിച്ചു നിന്നതായ സ്തോത്രം, അതേ പുരുഷാരവും അതിന്റെ നടുവിൽ ഇതാ വലിയ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞതായ അപ്പോസ്തലന്മാരും യേശുവിനോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല, യേശുവേ അതിന്റെ ടെക്നിക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമേ, ആ കടലിന് മുകളിൽ നടക്കുന്ന ടെക്നിക്ക് ഞങ്ങളൊന്ന് പഠിപ്പിക്കണമേ. അവർ ചോദിച്ചില്ല, ആ 5 അപ്പവും കൊണ്ട് 2 മീനും കൊണ്ട് എങ്ങനെയാണ് നീ അഡ്ജസ്റ്റ് ചെയ്തത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. അങ്ങനെയെങ്കിൽ വീട്ടിൽ റേഷൻ കട പൂട്ടിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ. കർത്താവിനോട് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഗുഡ്നസ്, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ രഹസ്യം അവർ ചോദിച്ചില്ല. എന്നാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്, ഈ അടയാളങ്ങൾ നടക്കുന്നത്, ഈ വീരപ്രവൃത്തി യേശു കർത്താവ് ഡെയിലി ചെയ്യുന്നത് സ്തോത്രം അവൻ രാത്രിയും പകലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ചുറ്റൂരിക്കുന്ന എല്ലാവരും നോക്കി പറ, യേശു കർത്താവ് പ്രാർത്ഥിച്ചു. പറ, യേശു കർത്താവ് സമയം പാഴാക്കിയില്ല. അല്പം നേരം കിട്ടുന്നെങ്കിൽ അവൻ ഓടിപ്പോയി പ്രാർത്ഥിച്ചു. നന്നായി ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥിച്ചു, തനിയായി പോയി പ്രാർത്ഥിച്ചു, അതിരാവിലെ പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, യേശുവേ കടലിന് മുകളിൽ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ടോ, സ്തോത്രം എങ്ങനെ കുരുട്ട് കണ്ണ് തുറക്കണമെന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കണ്ടോ, മരിച്ചവരെ എങ്ങനെ എണീക്കാം പോയിന്റ് നമ്പർ 1, 2, 3 ഞങ്ങൾക്ക് കേൾക്കണ്ട, പകരം ഞങ്ങളെ പഠിപ്പിക്ക്. ഹൗ ടു പ്രേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളൊന്ന് പഠിപ്പിച്ചോട്ടെ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചോട്ടെ. ശുശ്രൂഷയുടെ സക്സസ് ആണ് ഞാൻ പറഞ്ഞത്. ശുശ്രൂഷയുടെ സക്സസ് ആളെ കൂട്ടുന്നതല്ല, ആരവാരമല്ല, അത്ഭുതങ്ങളല്ല, പകരം പ്രാർത്ഥനയാണ് ശുശ്രൂഷയുടെ സക്സസ്. Prayer is a junction between man and God. ദൈവവും മനുഷ്യനുമായി യോജിച്ച് നിൽക്കുന്ന ഒരു ജംഗ്ഷനാണ് പ്രാർത്ഥന. Prayer is a junction which is meeting the divinity and humanity. ഒരിക്കൽ കൂടെ, prayer is a junction which is meeting divinity and humanity. ദിവ്യനായ ദൈവവും സാധാരണക്കാരനായ മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ജംഗ്ഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സാധാരണക്കാരനായ മനുഷ്യൻ ആരെയും നോക്കി അത്ഭുത വരപ്രാപ്തൻ എന്ന് പറയല്ല, ആരെയും നോക്കി മനുഷ്യ ദൈവം എന്ന് പറയല്ല, ആർക്കും മഹത്വം കൊടുക്കല്ല, മഹത്വം ദൈവത്തിന് തന്നെ ആയിരിക്കട്ടെ. എന്നാൽ ആരിലൂടെ എന്തെങ്കിലും നടക്കുന്നു എങ്കിൽ ഉടനെ മനസ്സിലാക്കേണം, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്.
അവളുടെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. അത് കേട്ടപ്പോ എനിക്ക് ഈ ആഴ്ച ഭയങ്കര സന്തോഷം തോന്നി. റിയലി ഈ ദൂതിന്റെ മുൻപിൽ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. യബേസ് പാകിസ്ഥാന്റെ ദൈവത്തോട് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഓ, യബേസ് അഫ്ഗാനിസ്ഥാന്റെ ദൈവത്തോട് എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇറങ്ങി വന്ന ആരാണ്ട് കണ്ണു തുറന്നു. യെസ്, അങ്ങനെ തന്നെ എന്റെ ബൈബിൾ പറയുന്നു. ഒന്നത്തിന് വൃത്താന്തം സ്തോത്രം 4:10 പറയുന്നു, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. ഈ ആഴ്ച എല്ലാവരും പറ, യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. ലോകത്തിൽ ഏറ്റവും പ്രിവെയിൽ ചെയ്യുന്ന, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത രാജ്യമാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേൽ ആര്? സ്തോത്രം. അവന് ചന്ദ്രനെയല്ല നമസ്കരിക്കുന്നത്, സൂര്യനെയല്ല നമസ്കരിക്കുന്നത്. ഓ, ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച സകല ചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തെയാണ് ഇസ്രായേൽ നമസ്കരിക്കുന്നത്. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. 39 രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ടൂറിസ്റ്റ് ആയിട്ടല്ല, സുവിശേഷകനായിട്ട്. 39 രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്തോത്രം ഇസ്രായേലിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് സ്തോത്രം ദൈവകൃപയാൽ അതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ. കാരണം അവർ സേവിക്കുന്നത് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവ. അബ്രഹാമിന്റെ ഇസ്മായിലിന്റെ എന്നല്ല ഞാൻ പറഞ്ഞത്, വേദപുസ്തകം നേരെ വാക്ക് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തെ അവർ സേവിക്കുന്നത് കൊണ്ട് there is a vast difference between those who are serving the Lord and those who are not serving the Lord. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിൽ തിരുവനന്തപുരത്തും പ്രത്യക്ഷമായ വ്യത്യാസമുണ്ട്. യെരുശലേമിൽ മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ പ്രത്യക്ഷമായ വ്യത്യാസമുണ്ട്. സ്തോത്രം. അതെ, ഇസ്രായേലിനെ ദേഷിക്കുന്നവർക്ക് എന്തോ ഉണ്ടാക്കാൻ കഴിയുന്നു, ഇസ്രായേലിനെ ദേഷിക്കുന്നവർക്ക് ബോംബ് ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഇസ്രായേലിന് എന്തോ ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ സ്തോത്രം അതെ 24% നോബൽ പ്രൈസും കൊണ്ടുപോയത് 0.2% കമ്മ്യൂണിറ്റി മാത്രമുള്ളതായ യഹൂദന്റെ വീട്ടിലാണ്. 0.2% മാത്രമുള്ള യഹൂദന്റെ വീട്ടിലാണ് 24%, 24% സ്തോത്രം അതെ നോബൽ സമ്മാനം ഇരിക്കുന്നത്. കാരണം അവൻ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട്. നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു, സ്തോത്രം പറ. നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു, അല്ല പാരമ്പര്യത്തെ അല്ല, കൊന്ത തള്ളുകയല്ല, അന്തോണീസ പിടിച്ചോളനെ ത്രേസാമ്യം നോക്കണമേ എന്നല്ല. മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാതെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ആർക്കും കുടിയിലിടുവാൻ കഴിയത്തില്ല. കുടിയിലിട്ടാൽ അവൻ വരും, പരിശുദ്ധാത്മാവ് നിന്നെ ഉയർപ്പിക്കും. കാരണം ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് സ്തോത്രം ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട്. ഞാൻ നോക്കി ഇസ്രായേലിന്റെ എത്രയെത്ര സ്തോത്രം കണ്ടുപിടുത്തങ്ങളാണ് ഉള്ളത്. ഇസ്രായേലിനെ കുറ്റം പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇൻസുലിൻ കുത്തിവെച്ചിട്ട് ഇസ്രായേലിനെ കുറ്റം പറയും. നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കല്ലേ, ഇസ്രായേലിനെ കുത്തിവെക്കുന്ന ഒറ്റ ഇൻസുലിൻ കുത്തിവെക്കുന്ന ഒറ്റയാണ് ഇസ്രായേലിനെ കുറ്റം ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് ആര് ഇൻസുലിൻ കുത്തിവെക്കല്ലേ. കാരണം ഇൻസുലിൻ കണ്ടുപിടിച്ചത് യഹൂദനാണ്. ഇസ്രായേലിനെ കുറ്റം പറയുന്ന ഒറ്റ പ്ലെയിനിൽ കയറല്ല. കാരണം പ്ലെയിനിന്റെ പ്രധാനപ്പെട്ടതായ ഇന്ന് കാണുന്നതായ ഈ ഏവിയേഷൻ ടെക്നോളജിയുടെ ഭൂരിപക്ഷം കണ്ടുപിടിച്ചത് ഈ യഹൂദനാണ്. അപ്പൊ നമുക്ക് അമേരിക്ക പോകണമെങ്കിൽ കാളവണ്ടി പോകാം, സ്തോത്രം. യൂറോപ്പിൽ പോകണമെങ്കിൽ നടന്നു പോകാം. പാകിസ്ഥാന്റെ അപ്പുറത്തല്ലേ, ഒരു ജംഗ്ഷൻ അപ്പുറത്ത് യൂറോപ്പ്, സ്തോത്രം, നടന്നു പോകാം. കാരണം ലോകത്തിൽ ഒട്ടനവധിയായ സംഭാവനകൾ മാനവജാതിക്ക് സംഭാവന തന്നവനാണ് ഇസ്രായേൽ. മലയാളികൾ നോക്കി ഞാൻ പറയട്ടെ, അതേ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നെങ്കിൽ, അവൻ സ്നേഹിതനാണ്, നീ കുഞ്ഞെങ്കിൽ, നീ മണവാട്ടിയെങ്കിൽ, ദൈവത്തിന്റെ കൃപയാൽ സമൂഹത്തിന് സംഭാവന ചെയ്ത് ജീവിക്കുക. സമൂഹത്തിന് സംഭാവന ചെയ്ത കർത്താവേ, ഹല്ലേലൂയ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദൈവമേ, ഹല്ലേലൂയ, തോമസ് ആൽവ എഡിസന്റെ ദൈവമേ, ഇതുവരെ ദേശം കണ്ടിട്ടില്ലാത്ത നന്മകൾ നൽകുവാൻ തക്കോണം നന്മയുടെ ഒരു സ്റ്റോർ ഹൗസ് ആക്കി, നന്മയുടെ ഒരു സ്റ്റോർ ഹൗസ് ആക്കി എന്റെ ജീവിതത്തെ അവിടെ നിന്ന് തീർക്കണമേ. ഞാൻ അങ്ങേ സേവിക്കുന്നു. ഇസ്രായേൽ പലത് കണ്ടുപിടിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി ഇസ്രായേൽ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഇസ്രായേൽ കണ്ടുപിടിച്ചു ഈ വായുവിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളത്തെ ഉണ്ടാക്കുന്ന. ഇസ്രായേലിനെ ദോഷിക്കുന്നവൻ പൈപ്പിനെ പൊട്ടിക്കുന്നു.
സ്തോത്രം. എന്നാൽ ഇസ്രായേൽ സ്തോത്രം ഒരു ഗ്ലാസ് എടുത്ത് മുന്നിൽ വെച്ച് അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളത്തെ ഉണ്ടാക്കുന്നു. വീണ്ടും ഇസ്രായേൽ ഇതുപോലെ ഒരു ഫോൺ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ ഫോണിൽ ഗർഭിണിയായി അവൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഫോണിൽ സ്കാൻ, CT സ്കാൻ ഫോണിൽ. കിംസിലും നിംസിലും ശ്രീചിത്രയിലും മെഡിക്കൽ കോളേജിലും ഇല്ല. ഐ എം സോറി, അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തുറച്ചു നോക്കല്ലേ, ചാനൽ മാറ്റല്ലേ. പകരം എന്നാൽ ഇസ്രായേൽ CT സ്കാൻ ഫോണിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേകത. നമ്പർ 3, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ്രായേലിന്റെ വകയാണ്. ഒരു കുരുടനെ അവന് കൊണ്ടുവന്ന് കൊടുക്ക്. സൂര്യപ്രകാശം കുരുടൻ കണ്ടിട്ടില്ല, വസ്തുക്കളെ കുരുടൻ കണ്ടിട്ടില്ല, പഴവും ആഹാരവും മനുഷ്യനും കുരുടൻ കണ്ടിട്ടില്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുസരിച്ച് സ്തോത്രമായ ഒരു കുരുടന് തന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കണം കഴിയുന്നു. ആ ടെക്നോളജി സ്തോത്രം കുരുട്ട് കണ്ണുകൾ ആയിരിക്കുന്നതായി ഇസ്രായേലിനെ വെറുക്കുന്നവൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ ദേഷിക്കുന്നവന്റെ കണ്ണടഞ്ഞിരിക്കട്ടെ. നമ്മുടെ കണ്ണ് ഇന്ന് പകൽക്കാലം തുറക്കട്ടെ. നമ്പർ 4, ഇസ്രായേലിന്റെ മറ്റൊരു സ്തോത്രം അതേ കണ്ടുപിടുത്തമാണ് ആക്സിഡന്റ് ഇല്ലാ ലോകം. അതിന്റെ പേരാണ് സ്തോത്രം മൊബൈലായി. നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഡ്രൈവിംഗ് അസിസ്റ്റന്റ് മൊബൈലായി. സ്തോത്രം വണ്ടി ഓടിച്ചു പോകുമ്പോൾ സ്തോത്രം എവിടെയാണ് ആൾക്കാരുള്ളത്, എവിടെയാണ് ട്രാഫിക് ഉള്ളത്, വളരെ കറക്റ്റായി നിങ്ങളുടെ വാഹനത്തിന്റെയും നിയന്ത്രണം സ്തോത്രം അതെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് മൊബൈൽ ആയി. ഇസ്രായേലിന്റെ ദൈവം, എന്റെ സബ്ജക്ട് ഇസ്രായേലിന്റെ ദൈവത്തോട്. മറ്റൊരു കാര്യം സ്തോത്രം അതെ 3 ഡയമെൻഷൻ സ്കാൻ. ഇന്ന് സകല സ്കാനിങ് 2 ഡയമെൻഷനിൽ ഈ ഫോണിൽ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് ഒരു ഡോക്യുമെന്റ് എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന 2 ഡയമെൻഷൻ സ്കാൻ. ബട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹിയർ മീ, there is an invention already. Oh, I will buy Jews people 3 dimension scan, 3 dimension, 3rd dimension scan, 3 dimension scan യഹൂദന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്പർ 4 സ്തോത്രം വീണ്ടും ഞാൻ പറയട്ടെ, ബയോ ഗ്രൂപ്പ് അതേ കമ്പ്യൂട്ടറിന്റെ സഹായത്തിലുള്ള ചെറിയൊരു ടാബ്ലറ്റ് പോലെ ഒരു ക്യാമറയുണ്ട്. 10 ലക്ഷം പേർ അതിന്ന് പ്രയോജനപ്പെടുത്തുന്നു. ആ ക്യാമറ തന്റെ ശരീരത്തിലേക്ക് ഏത് ഞരമ്പിലൂടെയും കയറി ഇറങ്ങി. അത്ര ചെറുതാണ്. ശരീരത്തിനുള്ളിലുള്ള കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന കുഞ്ഞു ക്യാമറ. നിന്റെ ബട്ടണിന്റെ 10-1 പോലും വരത്തില്ല. അത്രയുള്ള കുഞ്ഞു ക്യാമറ. അത് ആരുടെ സ്തോത്രം അതേ കണ്ടുപിടുത്തം? യഹൂദന്റെ കണ്ടുപിടുത്തം. ലോക്ക്ഡൌൺ ആണ്, പുറത്തിറങ്ങല്. പോലീസുകാർ പറഞ്ഞു മരുന്ന് വേണോ ഞങ്ങൾ എത്തിക്കാം. നല്ല പോലീസുകാര്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അവർ മരുന്ന് കൊണ്ടുവരും. ഇനി ഹോട്ടൽ ഫുഡ് ചിക്കൻ മഞ്ചൂരിയൻ ആരും ഓർഡർ ചെയ്യല്ലേ. ഇപ്പോൾ സഭായോഗം നടക്കുകയാണ്. ചിക്കൻ മഞ്ചൂരിയൻ ഓർഡർ ചെയ്യുമ്പോൾ ദാ വരുന്നു, ഹോട്ടലിൽ നിന്ന് മറ്റേയാൾ കൊണ്ടുവന്ന് തരുന്നു. എന്നാൽ യഹൂദൻ കണ്ടുപിടിച്ചതായ ട്രാവലിംഗ് ഡ്രോൺ അറിയാലോ, ക്യാമറയുടെ ഡ്രോൺ. സ്തോത്രം. നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, ഡ്രോൺ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം തരും. യഹൂദൻ കണ്ടുപിടിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ജീവിക്കുന്നത് ഇന്നാണ്. ലോകത്തിലെ രാജ്യങ്ങൾ ജീവിക്കുന്ന ഇന്നാണ്. എന്നാൽ യഹൂദൻ ജീവിക്കുന്നത് നാളെയാണ്. Oh, come on people. സ്തോത്രം. ലോക രാജ്യങ്ങൾ ഇന്നാണ് ജീവിക്കുന്നത്. നമുക്ക് ഇന്ന് ഇത്ര പേരുണ്ട് കേട്ടോ, നമുക്ക് ഇത്ര കേസ് ഉണ്ടാക്കി. പലരും ഇന്നാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തെ ജീവിക്കുന്നത് നാളെയാണ് അവൻ ജീവിക്കുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഭാവിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പറ, ഭാവിയിലേക്ക് സ്വാഗതം. എന്റെ ഹിസ്റ്ററിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പിശാചേ സ്തോത്രം, നീ അവിടെ ഇരുന്നോ, ഞാൻ ഡെസ്റ്റിനിയിലേക്ക് പോകട്ടെ. People are pointing my history, but God is painting my people are pointing my history, but God is painting my destiny. ദൈവം എന്റെ ഭാവിയെ പെയിന്റ് ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവത്തോട്. ഇസ്രായേൽ എവിടാ കേട്ടത്? ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലുമല്ല, ഇസ്രായേൽ എന്ന് ആദ്യം കേട്ടത്. ഇസ്രായേൽ എന്ന് ആദ്യം കേട്ടത് പകലല്ല കേട്ടത് കേട്ടോ. ഇസ്രായേൽ എന്ന് ആദ്യം കേട്ടത് അർദ്ധരാത്രിയിലായി ഇസ്രായേൽ കേട്ടത്. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്തോ നന്മയായത് ദൈവം നിന്നിലൂടെ കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. കൂടെയുണ്ടായിരുന്നതായ ലേയുടെ കൂട്ടരെ അക്കരെ കടത്തി, റാഹേലിന്റെ കൂട്ടരെ അക്കരെ കടത്തി, യോർദാന്റെ ബ്രാഞ്ച് ആകുന്ന യാബോക്കിന്റെ തീരത്ത് യാക്കോബ് തനിയെ ശേഷിച്ചു. ജീവിതത്തിൽ യോർദാൻ. ഉൽപ്പത്തി 32, ഹോശിയ 12:2. ജീവിതത്തിൽ യോർദാൻ. ഇനി ജീവിതം ഇല്ലെന്നേ. തൂങ്ങാൻ കയറെടുക്കാം, അല്ലെങ്കിൽ വിഷക്കുപ്പി മേടിക്കാം. സ്തോത്രം. ട്രെയിനിന്റെ മുമ്പിൽ ചാടാം. പിശാച് പലതും നിന്നോട് പറയുകയാണ്, ജീവിതം തീർന്നോ.
ജീവിതം തീർന്നു. സ്തോത്രം. യോർദാന്റെ കരയിൽ യാബോക്കിന്റെ തീരത്ത് ജീവിതം തീർന്നു എന്ന് യാക്കോബ് കാത്തിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 32:28, ഒരു ദൂതൻ ഇതാ ഇറങ്ങി വരികയാണ്. ആ ദൂതൻ ഇറങ്ങി വന്ന് അവൻ സ്തോത്രം ഇതാ യാക്കോബിനോട് മല്ല് പിടിക്കുന്നു. ഹോശിയ പ്രവാചകൻ പറയുന്നു, കണ്ണുനീരോടെ അവൻ പൊരുതി, കണ്ണുനീരോടെ അവൻ പൊരുതി. ദൈവത്തെ നിനക്ക് പൊരുതി ജയിപ്പാൻ കഴിയും, മസിൽ പവർ കൊണ്ടല്ല ദൈവത്തെ നിനക്ക് ജയിപ്പാൻ പറ്റുന്നത്. ഒരിക്കൽ കൂടെ, ദൈവത്തെ നിനക്ക് പൊരുതി ജയിപ്പാൻ കഴിയും, മസിൽ പവർ കൊണ്ടല്ല, കണ്ണുനീർ കൊണ്ട്. കണ്ണുനീരുണ്ടോ, ദൈവത്തിന്റെ സന്നിധിയിൽ ജയമുണ്ട്. കണ്ണുനീരോടെ അവൻ പൊരുതി ജയിച്ചു. കണ്ണുനീരോടെ പൊരുതി ജയിച്ച ഈ യാക്കോബിനെ നോക്കി ദൈവം പറഞ്ഞു, you shall no more called as a Jacob, but you shall hereafter called as a Israel. ദൈവം പറയുകയാണ്, ഇനി മേലാൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി മേലാൽ നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇനി മേലാൽ നീ യാക്കോബല്ല, ഇനി മേലാൽ നീ ഇസ്രായേലാണ്. ഇനി മേലാൽ നീ ഫെയിലിയർ അല്ല, ഇനി മേലാൽ നീ വിക്ടറിയാണ്. ഇനി മേലാൽ നീ ഷെയിം അല്ല, ഇനി മേലാൽ നീ ഫെയിമാണ്. നിന്റെ മുൻപിൽ പോയ ഒത്തിരി പേർ മുങ്ങിക്കാണും, പക്ഷെ അവിടെയെല്ലാം നീ ജയിച്ചു നിൽക്കുവാൻ വേണ്ടി പോകുകയാണ്. നിന്റെ മുമ്പിൽ പോയ ഒത്തിരി പേർ തകർന്നു കാണും, പക്ഷെ അവിടെയെല്ലാം നീ പണിയപ്പെട്ട് നിൽക്കുവാൻ പോകുകയാണ്. നിന്റെ മുൻപിൽ പോയവർ ഒത്തിരി പേർ അവസാനിച്ചു കാണും, എന്നാൽ അവർ അവസാനിച്ച ഇടത്ത് ആരെങ്കിലും സ്തോത്രം പറയുന്നു, അവർ അവസാനിച്ചെടുത്ത് പുതിയൊരാരംഭമായി ദൈവം നിന്നെ നിർത്തുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ബാക്ക്ഗ്രൗണ്ട് മോശമായിരിക്കാം, പക്ഷെ ഇന്ന് കർത്താവിന്റെ മുൻപിൽ തകർന്നും നുറുങ്ങിയും ഉടഞ്ഞു വിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് അനർത്ഥമുണ്ടോ? 34-ാം സങ്കീർത്തനം 19-ാം വാക്യം സോമസാർ ബ്യൂട്ടിഫുള്ളായി വായിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ ചില്ലറ എന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ കുറച്ചെന്നല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയിൽ ശകലമല്ല ദൈവം വിടുവിക്കുന്നത്. നീതിമാൻ അനർത്ഥം സകലത്തിൽ നിന്നും വിടുവിക്കുന്നു, സകലത്തിൽ നിന്നും വിടുവിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറ, ടോട്ടൽ ഡെലിവറൻസ്, പരിപൂർണ്ണ വിടുതല്, പരിപൂർണ്ണ വിടുതല്. വീട്ടിൽ ജയിച്ച ഓഫീസിൽ നീ തോക്കത്തില്ല. നീ വീട്ടിൽ ജയിക്കുന്ന പോലെ നാട്ടിലും ജയിക്കുക. നീ നാട്ടിൽ ജയിക്കുന്ന പോലെ സ്കൂളിൽ ജയിക്കുക. സ്കൂളിൽ ജയിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റിയിൽ ജയിക്കുക. യൂണിവേഴ്സിറ്റി ജയിച്ചതുപോലെ നീ സ്തോത്ര ബിസിനസ്സിൽ ജയിക്കുക. ബിസിനസ് ജയിച്ച പോലെ നീ ചർച്ച് പ്ലാറ്റ്ഫോമിൽ ജയിക്കുക. ചർച്ച് പ്ലാറ്റ്ഫോമിൽ ജയിക്കുന്നെങ്കിൽ നിന്റെ ഡിപ്പാർട്ട്മെന്റ് നീ ജയിക്കുക. നീ എവിടെയാണോ കയറി പോകുന്നത്, നിന്റെ ബോഡി സ്മെല്ലുമായിട്ടല്ല നീ കയറി ചെല്ലുന്നത്, സ്വർഗത്തിന്റെ ജയവുമായിട്ടാണ് നീ നടക്കുന്നത്. Come on, hallelujah. ജയിച്ച് ജീവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇസ്രായേലിന്റെ ദൈവത്തോട്, അർത്ഥം സ്തോത്രം അബ്രഹാമിന്റെ ദൈവത്തോട് എന്ന പരിശുദ്ധാത്മാവിനെ എഴുതാമായിരുന്നു, ഇസഹാക്കിന്റെ ദൈവത്തിന് എന്ന് എഴുതാമായിരുന്നു, ദാവീദിന്റെ ദൈവത്തോട് എന്ന് എഴുതാമായിരുന്നു. കഴിഞ്ഞ തലമുറയിൽ ജയിച്ച് ജീവിച്ച പല ഭക്തന്മാരുണ്ടായിരുന്നു. എന്നാൽ സ്പെഷ്യലി പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, എബേസ് പ്രാർത്ഥിച്ചത് ഇസ്രായേലിന്റെ ദൈവത്തോട്. കാരണം എവിടെയാണോ തീർന്നു എന്ന് പറഞ്ഞ് ഈ യാക്കോബ് ആയിരുന്നത്, അവിടെ ദൈവത്തിന്റെ പ്രഭുവായി ഒരു ഇസ്രായേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്ക്. ഈ സ്തോത്രം ആ ഇസ്രായേലിന്റെ നാളുകളിൽ, അതായത് 70 പേരുമായി ഇസ്രായേൽ ഈ യോസെഫിന്റെ ക്ഷണമനുസരിച്ച് അവൻ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ, ആരോ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വീടിന്റെ ചുറ്റും ഇരിക്കുന്ന, നിന്റെ വീട്ടിലിരിക്കുന്ന ഏതൊരു കുട്ടി ഒരു യോസെഫിന്റെ അനുഗ്രഹം ചുമക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയും, നിന്റെ വീട്ടിലിരിക്കുന്ന ഒരു കുട്ടി സ്തോത്രം ഒരു യോസെഫിന്റെ അനുഗ്രഹം ചുമക്കുന്നുണ്ട്. യോസെഫിന്റെ അനുഗ്രഹം, ആ യോസെഫിന്റെ അനുഗ്രഹം എന്ന പാലത്തിലാണ് ഈ യാക്കോബ് സ്തോത്രം അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് നേഷനിൽ, ഏറ്റവും ധനിക രാജ്യത്തിലേക്ക് അവൻ കയറി ചെന്നത്. നിന്റെ ചുറ്റുമിരുന്ന് ബഹളമുണ്ടാക്കുന്ന കൊച്ചുകുട്ടി കണ്ടല്ലോ, അല്ലെങ്കിൽ അല്പം വളർന്ന കുട്ടികളുണ്ടല്ലോ, അവർ നിമിത്തം മാതാവേ പിതാവേ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മിസ്രൈമിൽ എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പൊസിഷൻ ഇരുന്നവൻ സ്തോത്രം ഫറവോനാണ്. എന്റെ ബൈബിൾ പറയുന്നു ഇസ്രായേൽ ഫറവോനെ അനുഗ്രഹിച്ചു. യെസ്, ഒരിക്കൽ കൂടെ, ഇസ്രായേൽ ഫറവോനെ അനുഗ്രഹിച്ചു. സ്തോത്രം. ചെറിയവൻ വലിയവനെ അനുഗ്രഹിക്കത്തില്ല. വലിയവൻ, ബാക്കി പറ, വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പറ സ്തോത്രം, ആരാ വലിയവൻ? യോസെഫിന്റെ കാലത്തുള്ള ഫറവോനാണോ ആ വലിയവൻ? ഓ യോസെഫ് നോക്കുമ്പോ എന്റെ അപ്പൻ ഇസ്രായേൽ ഫറവോനെ അനുഗ്രഹിക്കുന്നു. കാരണം അപ്പന്റെ യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ല, അപ്പന്റെ പെപ്സി ബോട്ടിലിന്റെ ഷേപ്പുള്ള ഫേസ് അല്ല, അപ്പന്റെ കുടുംബത്തിന് ബാക്ക്ഗ്രൗണ്ട് അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം.
അവന്റെ മേൽ ഉള്ളത് കൊണ്ട് അവൻ കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിന്റെ അധികാരികളെ അനുഗ്രഹിക്കുകയാണ്. 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ തിരുവനന്തപുരത്ത് ചാർജ് എടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് പറവാനുള്ള പ്രവചന ദൂത്, സഭ എഴുന്നേറ്റ് നിന്ന് മന്ത്രിമാരോട് ദൂത് പറവാൻ ഗെറ്റ് റെഡി. ഓ മന്ത്രിമാരോട് ദൂത് പറവാൻ സഭ ഒരുങ്ങട്ടെ. മുഖ്യമന്ത്രിയോട് ദൈവത്തിന്റെ ആലോചന പറവാൻ സഭ ഒരുങ്ങട്ടെ. നിന്റെ പേര് വെളിപ്പാടിന്റെ കലവറയാകട്ടെ. നിന്റെ പേര് പ്രവചനത്തിന്റെ ചേംബറാകട്ടെ. സ്തോത്രം. യാക്കോബ് എന്ന ഇസ്രായേൽ പിന്നത്തേതിൽ ഫറവോൻ അനുഗ്രഹിച്ചതുപോലെ ചില പ്രത്യേക നിയോഗങ്ങൾ നിന്റെ മേൽ കടന്നു വരികയാണ്. സ്തോത്രം. ജീവിതം തീർന്നു എന്ന് പറഞ്ഞ യാക്കോബിനെ പുതിയൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, എന്റെ ജീവിതത്തെയും അവിടുന്ന് ഉയർത്തണമേ. യബേസാണ് സബ്ജക്ട്, മറന്നുപോകല്. യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ഏത് ദൈവത്തോട്? അബ്രഹാം ഇസഹാക്കിന്റെ ദൈവത്തോടല്ല, യോസേഫിന്റെയും ദാവീദിന്റെയും ദൈവത്തോടല്ല. He prayed to the God of Israel and Jabez called on the God of Israel. സ്തോത്രം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, പ്രാർത്ഥിച്ചാൽ വ്യത്യാസം കാണാം. പ്രാർത്ഥിച്ചാൽ വ്യത്യാസം കാണാം. പ്രാർത്ഥിച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് ഇന്ന് പകൽ വ്യത്യാസം കാണാം. യേശുവിന്റെ നാമത്തിൽ ഈ സഭായോഗം നടക്കുന്ന ഈ സമയത്ത് ഏതോ വീടുകളിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നു. ആ പ്രാർത്ഥന ഉയരുന്ന ഈ വേളയിൽ ഐസിയിൽ കിടക്കുന്നവരുടെ മേല്, ആ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരുടെ മേല് അതിവേഗം കയറി ചെല്ലുന്ന ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കപ്പെടട്ടെ. I release godly healing over these people right now in Jesus name. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ ജനത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ വ്യത്യാസം കാണാം. ഹല്ലേലൂയ. ഇതാ പുതിയൊരു കഥ, ഇതാ പുതിയൊരു ചരിത്രം. യബേസിന്റെ ജീവിതത്തിലൂടെ പുതിയൊരു ചരിത്രത്തെ ദൈവം ഉയർത്തുവാൻ 4 തൂണുകളാണ് ദൈവം ഉപയോഗിച്ചത്. അഥവാ യബേസിന്റെ 4 പ്രാർത്ഥനകൾ. ആ 4 തൂണിലൂടെയാണ് പുതിയൊരു കഥയുടെ മേൽക്കൂര ഉയർന്നത്. 4 തൂണുകളിലൂടെ സ്തോത്രമാ യബേസ് എന്ന വ്യക്തിയുടെ മേൽക്കൂര ഉയരുകയാണ്. നമ്പർ 1, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ബ്ലസ് മീ ഇൻഡീഡ്, ബ്ലസ് മീ ഇൻഡീഡ്. നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന് ശേഷം ക്ഷാമകാലത്ത് ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. നാം കേട്ടു, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ സ്തോത്രം, യബേസ് പറഞ്ഞത് അവണ്ണമുള്ളതായ ഒരു സാധാ അനുഗ്രഹം അല്ല. മറ്റുള്ളവരെ അനുഗ്രഹിച്ച പോലെ ഉള്ള ഒരു അനുഗ്രഹമല്ല. കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിന്റെ അപ്പന്റെയും അമ്മയുടെയും പാത്രത്തിൽ അല്ല ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ വേണ്ടി പോകുന്നത്. എക്സ്പെക്ട് സംതിങ് ബിഗ്. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷകൾ ആരെങ്കിലും ഉണ്ടോ? കമോൺ, ഹലോ, പ്രതീക്ഷകൾ ആരെങ്കിലും ഉണ്ടോ? വലിയ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യബേസ് പ്രാർത്ഥിച്ചത് നോട്ട് ആൻ ഓർഡിനറി ബ്ലെസ്സിംഗ്, ബട്ട് ബ്ലെസ് മീ ഇൻഡീഡ്, ബ്ലെസ് മീ ഇൻഡീഡ്. സ്തോത്രം. അതിൽ ഹീബ്രു പദം ബറാക്ക് എന്നാണ്. ബറാക്ക്, ബ്ലെസ് മീ ഇൻഡീഡ്. ബറാക്ക് എന്ന പദത്തിനർത്ഥം empower to succeed, empower to succeed. വിജയിപ്പിക്കാനായി ബലപ്പെടുത്തുന്നു, വിജയിക്കാനായി എന്നെ ഒരുക്കുന്നു. എവിടെ ഞാൻ പോയാലും വിജയിക്കാനായി എന്നെ ഒരുക്കുന്ന അനുഗ്രഹം. എവിടെ എന്ത് ഞാൻ ചെയ്താലും സ്തോത്രം, അത് വിജയിക്കാനായി എന്നെ ബലപ്പെടുത്തുന്നു. വിജയിക്കാനായി എന്നെ ഒരുവൻ ബലപ്പെടുത്തുന്നു. വിജയിക്കാനായി എന്നെ ഒരുവൻ ബലപ്പെടുത്തുന്നു. വിജയിക്കാനായി എന്നെ ഒരുവൻ ബലപ്പെടുത്തുന്നു. empower to succeed. ബറാക്ക്, empower to succeed. എല്ലാവരും ആ ബറാക്ക് വെളിപ്പെടട്ടെ. വിജയിക്കാനായി നിന്റെ മകനെ ദൈവം ഒരുക്കുന്നു. വിജയിക്കാനായി നിന്റെ മകളെ ദൈവം ഒരുക്കുന്നു. തോൽക്കാനല്ല, തകരാനല്ല, കോവിഡ് വരാനല്ല. In Jesus name.
വിജയിക്കാനായി ദൈവം അവരെ ഒരുക്കുന്നു. ഒരു ചമയത്തിന്റെ റൂമിൽ, ഒരു ഒരുക്കത്തിന്റെ ചേംബറിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ ഇതാ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. വിശ്വാസ തലത്തവർ കാണുന്ന നിന്റെ കയ്യിൽ പിടിച്ച് ദൂതന്മാരുടെ അകമ്പടിയോടെ ദൈവത്തിന് ആത്മാവ് ഒരു പ്രത്യേക സ്പെഷ്യൽ ചേംബറിൽ നിന്നെ കൊണ്ടുപോകുകയാണ്. നിന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുന്നു. നിന്റെ പൊടികളെയും അഴുക്കുകളെയും വചനമെന്ന വെള്ളത്താൽ കഴുകിക്കളയുന്നു. പുതിയ തൈലം നിന്നെ മേൽ പൂശുന്നു. പുതിയ വസ്ത്രം നിന്നെ അണിയിപ്പിക്കുന്നു. സഭയാകുന്ന മണവാട്ടി ചോദിക്ക്, എന്റെ കർത്താവ് എന്തിനു വേണ്ടിയാണ് എന്നെ ഇങ്ങനെ ചമയിപ്പിക്കുന്നത്? അവർക്കില്ലാത്തത്, ജാതികൾക്കില്ലാത്ത ഒരു ചമയം ഈ നല്ല ഞായറാഴ്ച സഭായോഗത്തിന് ഞാൻ ആത്മാവിൽ കണ്ടാ പറയുന്നത്. ജാതികൾക്കില്ലാത്ത വലിയൊരു ചമയം ദൈവത്തിന്റെ ജനത്തിന് എന്തിനാണ് കർത്താവ് അവിടുന്ന് നൽകുന്നത്? കർത്താവ് പറയും, ഈ ദുഷ്ടലോകത്തില്, ഈ പ്രതികൂല കാലാവസ്ഥയില് ജയിപ്പാനായി ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Empowered to succeed, empowered to succeed, empowered to succeed. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രാവിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, ഉച്ചയ്ക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, വൈകുന്നേരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, രാത്രിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അകത്ത് വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആഹാരത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ കിടക്കയെ ദൈവം അനുഗ്രഹിക്കും. ആർക്കും വേണ്ടേ? ആർക്കും വേണ്ടേ? സ്തോത്രം പറ. നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ വാഹനത്തെ ചെറിയൊരു കോടി പോലും അതിന്റെ മുൻപിൽ ചാടാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ സഹായിക്കും. അതേ രോഗങ്ങൾ വരാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ഭവനത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ശത്രു ഒരു വഴിയായി വരും, എന്നാൽ ഏഴ് വഴിയായി അവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നിന്നാൽ ഭൂമിയിലെ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടും. ബറാക്ക് വെളിപ്പെടട്ടെ. ബറാക്ക്, എംപവർ ടു സക്സീഡ്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ശത്രു നോക്കുമ്പോൾ നിന്നെ കാണട്ടെ, നീ പഴയതുപോലെ അല്ലല്ലോ, പഴയതുപോലെയല്ലോ, കുറച്ച് നന്നായല്ലോ. ശത്രു നിന്നെ കുറിച്ച് സ്തോത്രം അതേ പറയണം, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് സജീവാക്യം 10:22 വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു. സജീവാക്യം 10:22 വായിക്കുമ്പോൾ ദേശക്കാർ നിന്നെ നോക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് സ്തോത്രം അവർ പറയും. എങ്ങനെയെന്നറിയോ? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നതുമില്ല. ഇംഗ്ലീഷ് ബൈബിൾ, ദ ബ്ലെസ്സിംഗ് ഓഫ് ജഹോവ ഇറ്റ് മേക്കത്ത് റിച്ച്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. നിങ്ങൾ ആരും മിണ്ടുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. പറ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഒരിക്കൽ കൂടെ, യഹോവയുടെ അനുഗ്രഹത്താൽ ക്രൈസ്തവന് സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ ഈ പാൻഡമിക് കണ്ടീഷന് ദൈവജനത്തിന് സമ്പത്തുണ്ടാകുന്നു. അടുത്ത സെന്റൻസ് ഇംഗ്ലീഷില്, ആൻഡ് ഹി ആഡഡ് നോ സോറോ therewith. അവൻ അതിനോടുകൂടെ ദുഃഖം കൂട്ടുന്നില്ല. ദുഃഖമില്ല സമ്പത്ത്, ദുഃഖമില്ല സമ്പത്ത്. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ദുഃഖമുള്ള സമ്പത്തല്ല. പലരും സമ്പത്തുണ്ടാക്കി, പക്ഷെ രാത്രി ഉറക്കമില്ല. പലർക്കും സ്തോത്രം സമ്പത്തുണ്ട്, പക്ഷെ ഉപ്പ് പറ്റത്തില്ല. BP ആണ്, ഭാര്യ പേടിയല്ല, ബ്ലഡ് പ്രഷർ. ഉപ്പ് പറ്റത്തില്ല. സ്തോത്രം അതെ, ഉപ്പ് പറ്റത്തില്ല, ഉപ്പ് പറ്റത്തില്ല. BP ആണ്. ഷുഗറോ? ഷുഗറും പറ്റത്തില്ല, ഡയബറ്റിക് ആണ്. സ്തോത്രം. കുറച്ച് ഹാർട്ട് ഉണ്ട്, കുറച്ച് ഷുഗർ ഉണ്ട്. പിന്നെ എന്താണോ കോടികൾ, പിന്നെ എന്തിനാണോ കോടികൾ? എന്നാൽ തിരുവചനം പറയുന്നു, ദൈവം തരുന്ന സമ്പത്ത്. ഉപ്പ് വേണ്ട, സ്തോത്രം, അത് വേണ്ട, ഇത് വേണ്ട എന്ന് ജീവിക്കുന്ന പ്ലാസ്റ്റിക് ലൈഫ് സ്റ്റൈൽ അല്ല. The blessing of God, it maketh rich, and God, he no more added sorrow therewith. ദുഃഖം അതിനോട് ദൈവം കൂട്ടുന്നതുമേ ഇല്ല. നിന്റെ അയൽവാസികൾ നോക്കുമ്പോൾ അവർ പറയട്ടെ, അവൻ പഴയതുപോലെയല്ല കേട്ടോ, ആ പെണ്ണ് പഴയതുപോലെയല്ല, ആ ചെറുക്കം കുറച്ച് നന്നായിരിക്കുന്ന. ഭൂമിയിലുള്ളവർ മാത്രമല്ല പറയുന്നത്. ഞാൻ നിങ്ങളുടെ സ്തോത്രം അതെ ഭാസ്റ്റായതുകൊണ്ട് പറയട്ടെ, നരകത്തിലെ ഭൂതങ്ങൾ വരെ ഞെട്ടലോടെ പറയണം, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ബ്രദർ സുരേഷ് ബാബു, അത് അത്യാഗ്രഹമല്ലേ പറഞ്ഞ? അല്ല, ദൈവവചന പറഞ്ഞേ. ബൈബിള് പറയുന്നു, യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോ സ്തോത്രം വാർഡ് മെമ്പർ അല്ല പറഞ്ഞത്, സ്തോത്രം സാത്താനാണ് പറഞ്ഞത്. അവനെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. പിശാച് നിന്നെ കുറിച്ച് പറയണം, സാത്താൻ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വരെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന് അടയാളമായി ജീവിപ്പാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന. ബ്ലസ് മീ ഇൻഡീഡ്. ബറാക്ക്
സ്തോത്രം. empower to succeed. empower to succeed. ഒന്നാമത്തെ തൂണതാണ്. ഇതാ പുതിയ കഥ. സ്തോത്രം. യവേസിന്റെ ജീവിതത്തിൽ പഴയ കഥയല്ല. ദുഃഖത്തിന്റെ, നിലവിളിയുടെ, തകർച്ചയുടെ, നിരാശയുടെ പഴയ കഥയല്ല. ഇതാ പുതിയ കഥ. ആ പുതിയ കഥ എന്ന മേൽക്കൂര ഉയരുവാൻ ഇതാ ഒന്നാമത്തെ തൂണ്. ബറാക്ക് ബ്ലസ് മീ ഇൻഡീഡ്. രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അത് enlarge my territory. എന്റെ അതിരിനെ വിശാലമാക്കണമേ, എന്റെ അതിരിനെ വിശാലമാക്കണമേ. ഓ, രണ്ട് കരങ്ങൾ മാർവൂർ ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, എന്റെ അതിരിനെ വിശാലമാക്കണമേ, എന്റെ അതിരിനെ വിശാലമാക്കണമേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്റെ അതിരിനെ അവിടുന്ന് വിശാലമാക്കണമേ, എന്റെ അതിരിനെ നീ വിശാലമാക്കണമേ. നിന്റെ അതിരിനെ ചുരുക്കുന്നവനല്ല ദൈവം, നിന്റെ അതിരുകളെ വിശാലമാക്കുന്നവനാണ് ദൈവം. വീണ്ടും ഒരിക്കൽ കൂടെ, നിന്റെ അതിരുകളെ ചുരുക്കുന്നവനല്ല ദൈവം. സ്തോത്രം. ചില വ്യക്തികൾ നിന്നിലേക്ക് കയറി വരുമ്പോൾ നിന്റെ ഉള്ള നന്മകളെ എല്ലാം എടുത്തിട്ട് പോയി, സ്തോത്രം, നിന്റെ ഉള്ള നന്മകളെല്ലാം എടുത്തിട്ട് പോയി നിന്റെ അനുഗ്രഹത്തിന്റെ അതിരുകൾ ചുരുങ്ങാറുണ്ട്. പണ്ട് സദാം ഹുസൈൻ, സ്തോത്രം, സദാം ഹുസൈൻ എവിടെ കയറി? കുവൈറ്റിൽ കയറിയപ്പോ, സദാം ഹുസൈൻ കുവൈറ്റിൽ കയറിയപ്പോ നന്മയെല്ലാം കൊണ്ടുപോയതുപോലെ ഇന്നത്തെ നിന്റെ ചില സദാം ഹുസൈൻമാർ നിന്റെ നന്മകളെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, there is another invasion is happening right now. മറ്റൊരു വ്യക്തി നിന്റെ ഉള്ളിൽ ഇതാ കയറുകയാണ്. മറ്റൊരു വെളിപ്പാട് നിന്റെ ഉള്ളിൽ കർത്താവ് പകരുകയാണ്. മറ്റൊരു സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. അത് അതിരുകളെ ചുരുക്കുന്നതല്ല, ഉള്ളത് പോകുന്നതല്ല, പകരം പോയതിനേക്കാൾ 7 മടങ്ങ് തിരികെ കൊണ്ടുവരുന്നതാണ്. പോയതിനേക്കാൾ 7 മടങ്ങ് തിരികെ കൊണ്ടുവരുന്നതാണ്. റോങ് പീപ്പിൾ നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ നന്മകൾ പോകുന്നു. ഒരിക്കൽ കൂടെ, റോങ് പീപ്പിൾ, തെറ്റായ വ്യക്തികൾ നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ നന്മകൾ പോകുന്നു. അറ്റ് ദ സെയിം ടൈം when the right people walk into your life, നിന്റെ ജീവിതത്തിലേക്ക് ദൈവഹിതപ്രകാരമുള്ള ശരിയായ വ്യക്തികൾ കടന്നു വരുമ്പോൾ ഒരുവൻ 1000-ത്തെയും ഇരുവർ 10,000-ത്തെയും പിന്തുടര്. അത് അനുഗ്രഹമായി തീര്. അതിരുകൾ ഞെരുങ്ങുകയാണ്. ആരോ പറയുന്നു, അതിരുകൾ ഞെരുങ്ങുകയാണ്. ലോക്ക്ഡൌൺ ആയിപ്പോയി, അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന 10 സെന്റ് വിറ്റ് പുട്ടടിക്കാമായിരുന്നു. സ്തോത്രം. അതെ, ലോക്ക്ഡൌൺ ആയിപ്പോയി. ഇനി 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 സ്തോത്രം, എന്നാണവോ എന്തുവാ രജിസ്റ്റർ ഓഫീസ് തുറക്കുന്നത്? രജിസ്റ്റർ ഓഫീസ് സ്തോത്രം എന്നാണോ തുറക്കുന്നത്? അന്ന് സ്തോത്രം, അന്ന് വേണം അത് ഫ്രണ്ടിൽ കിടക്കുന്ന 5 സെന്റ് അത് വിറ്റിട്ട് വളരെ നന്നായി പുട്ടടിച്ച് ജീവിക്കാൻ. എന്നാൽ ഈ സ്തോത്രം എന്ന് പകൽക്കാലം വിറ്റ് തിന്നുന്നവർ സ്തോത്രം കേൾക്കണം. അത് ബൈബിൾ അല്ല. എന്റെ ദൈവം പറഞ്ഞത്, സ്തോത്രം, നിന്റെ അതിരിനെ ചുരുക്കുമെന്നല്ല, അതിരിനെ വിശാലമാക്കുമെന്നാണ്. നിന്റെ അതിരിനെ ചുരുക്കുമെന്നല്ല, ദൈവം നിന്റെ അതിരിനെ വിശാലമാക്കുമെന്ന്. അപ്പൊ ബ്രദർ സുരേഷ് ബാബു, സ്തോത്രം, ഞാൻ ഇന്നലെ ദർശനത്തിൽ കണ്ടല്ലോ. അതെ, രജിസ്റ്റർ ഓഫീസ് ഞാൻ ഇന്നലെ ദർശനത്തിൽ കണ്ടല്ലോ. എന്റെ കുഞ്ഞെ, അത് ദൈവം കാണിച്ച് എന്താണെന്നറിയോ? നീ രജിസ്റ്റർ ഓഫീസ് ദർശനത്തിൽ കണ്ടെങ്കിൽ അത് വിറ്റ് പൈസയാക്കാൻ വേണ്ടിയല്ല, ഇല്ലാത്തത് മേടിച്ചു കൂട്ടാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിൽ ചോർച്ചയിടുന്ന സകല ശാപങ്ങൾ തകരട്ടെ. നഷ്ടം കൊണ്ടുവരുന്ന സകല ശാപങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ അപ്പന്റെ കാലത്തുണ്ടായിരുന്ന ഈ വിറ്റ് തൊലച്ചെങ്കിൽ ഇന്ന് പകൽ എനിക്കും നിന്നോട് പറയാനുള്ളത്, സശുവാക്യം 6:30-31, കള്ളനായ സാത്താൻ നിന്നിൽ നിന്ന് കൊണ്ടുപോയത്. സശുവാക്യം 6:30-31, കള്ളനായ സാത്താൻ നിന്നിൽ നിന്ന് കൊണ്ടുപോയത് 7 മടങ്ങായി തിരികെ പിടിക്കുന്ന ഒരു സീസണിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ, 7 മടങ്ങായി തിരികെ പിടിക്കുന്ന സീസൺ നിന്നിലേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ല. ക്രൈസ്റ്റ് സെന്റർ ഇത്രയൊന്നും കേട്ടിട്ടില്ല. ഇതൊക്കെ പ്രോസ്പെരിറ്റി എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ദൂതിന് വേണ്ടി കാത്തിരുന്നപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞു, പോയി എന്റെ മക്കളോട് പറ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ചില ഏക്കറുകളല്ല, ചില ഹെക്ടറുകൾ, ഓ, ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും എന്റെ ജനത്തിന് ഏക്കറുകളും ഹെക്ടറുകളും നൽകി. ഞാൻ ചുരുക്കത്തിന്റെ ദൈവമല്ല, ഞാൻ വിശാലതയുടെ ദൈവമെന്ന്, വിശാലതയുടെ ദൈവമെന്ന്, വിശാലതയുടെ ദൈവമെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ തെളിയിപ്പാൻ വേണ്ടി പോകുകയാണ്. ഇൻ ജീസസ് നെയിം. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി പറ, അതിരുകൾ വിശാലമാകുന്നു, അതിരുകൾ വിശാലമാകുന്നു, അതിരുകൾ വിശാലമാകുന്നു. ഓ, ദുഷ്ടൻ കെട്ടിയതായ സകല വേലികൾ പൊട്ടി മാറട്ടെ. നിന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു കാണും, നിന്നെ കൊണ്ട് പഠിക്കാൻ കൊള്ളത്തില്ല. നിന്റെ ടീച്ചർമാർ ക്ലാസ്സിൽ എണീപ്പിച്ചു നിർത്തി നിന്നെ ശപിച്ചു പറഞ്ഞു കാണും, ഇത്രയും പിള്ളേരുടെ നടുവിൽ നീ സെക്കൻഡ് കാറ്റഗറിയാണ്. എന്നാൽ ആ ടീച്ചർമാർ കെട്ടിയ വേലി ഇന്ന് പകൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിൽ പൊളിയുകയാണ്.
ഹല്ലേലൂയ. അപ്പനും അമ്മയും കെട്ടിയ വേരി, മനുഷ്യനും സാത്താനെ കെട്ടിയ വേരി ഇന്ന് പകൽക്കാലം പൊളിക്കുന്നു. സ്തോത്രം. അതേ അതിരുകൾ ഇന്ന് പകൽക്കാലം മാറുന്നു. Why? What's the reason? യേശു കർത്താവിന്റെ കൃപയാൽ നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലെങ്കിൽ തിരിച്ചറിയ, നിനക്ക് സ്തോത്രം അതിരുകൾ ഇല്ല. ഒരിക്കൽ കൂടെ, നിനക്ക് അതിരുകൾ ഇല്ല. വായ്, എനിക്ക് അതിരുകൾ ഇല്ല എന്ന് ഇത്ര ശടിച്ചു പറയുന്നു. സൈഡിൽ നോക്കാതെ, ആ പാപ്പയും മാമ്മിയും നോക്കാതെ, മേലത്തെ സ്വർഗസ്ഥനായ പിതാവിനെ നോക്ക്. സ്വർഗത്തിലെ പിതാവ് അവൻ സൽഗുണപൂർണനാണ്. ഓ, he is the God of perfection and he don't have any limitations or boundary. അവന് പരിധികൾ ഇല്ല, അവന് അതിർത്തികൾ ഇല്ല. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 23-24 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവം അതിർത്തികൾ ഇല്ലാത്ത ദൈവം. അഖിലാണ്ടം മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, അപ്പൻ അതിർത്തികളില്ല. പറ, എന്റെ അപ്പൻ അതിർത്തികളില്ല, എന്റെ അപ്പൻ അതിർത്തികളില്ല. എന്റെ അപ്പൻ അതിർത്തികൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം ആ വെളിപ്പാടിൽ ഞാനും അങ്ങ് കയറാൻ തീരുമാനിച്ചു. എനിക്കും അതിർത്തികൾ വേണ്ട, എനിക്കും അതിരുകൾ വേണ്ട. ഓ, നീ ബ്രൗൺ ആയിപ്പോയി, അതുകൊണ്ട് അങ്ങോട്ട് നിന്നാ മതി. നീ ഇങ്ങനെത്തവനായിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ നിന്നാ മതി. നീ ഇന്ന പ്രദേശത്താ ജനിച്ചത്, നീ അങ്ങനെ അവിടെ ചേർന്ന് നിന്നാ മതി. എന്നാൽ ഇന്ന് പകൽക്കാലം അതിരുകൾ ഇല്ല. ആ വെളിപ്പാടുണ്ടെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ആർക്കും നിന്നെ ഒരിക്കലും ഒതുക്കാൻ കഴിയത്തില്ല. ആർക്കും നിന്നെ ഒരിക്കലും ഒതുക്കുവാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അവൻ സകലതും ചെയ്യുവാൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. പരിധികളില്ലാത്ത കർത്താവ്. യോബ് 42 യോബ് പറയുകയാണ്, സ്തോത്രം, തന്നെ ഡബിൾ പോർഷൻ റിസ്റ്റോർ ചെയ്ത് കയറ്റിയപ്പോൾ യോബ് പറയാണ്, നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിനക്കെല്ലാം സാധ്യം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിനക്കെല്ലാം സാധ്യം. പഴയ നിയമത്തിലെ വിശുദ്ധനാണ്, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. അത് പഴയ നിയമത്തിൽ പാടേണ്ട പാട്ടാണ്. യോബ് പറഞ്ഞു, സ്തോത്രം, നിനക്കെല്ലാം സാധ്യം, നിനക്കെല്ലാം സാധ്യം. പഴയ നിയമത്തിൽ സ്തോത്രം, ഭക്തൻ പറഞ്ഞ, കർത്താവേ അങ്ങേക്കെല്ലാം സാധ്യം. പക്ഷെ ഞാൻ ഇന്ന് പകൽ പറയാൻ വന്നത് പുതിയ നിയമത്തിന്റെ വേർഷനാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഐ ക്യാൻ ഡു all things in Christ Jesus. പഴയ നിയമത്തിൽ ഭക്തൻ പറഞ്ഞത് ദൈവത്തിനെല്ലാം സാധ്യം. എന്നാൽ പുതിയ നിയമത്തിൽ ഭക്തൻ പറയുന്നു, ഈ എന്നെ ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവ് നിമിത്തം. സകലതും പഴയ നിയമത്തിൽ ചെയ്ത കർത്താവ് പുതിയ നിയമത്തിൽ എന്നെ ശക്തിപ്പെടുത്തിയപ്പോ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവനാകുന്നു. പ്രസംഗിക്കണോ നീ ചെയ്യും, പ്രവചിക്കണമോ നീ പറയും, രോഗശാന്തി ചെയ്യണോ നീ കൈവയ്ക്കും, ഭൂതത്തെ പുറത്താക്കണോ നീ വിരലിങ്ങനെ ചലിപ്പിച്ചാൽ മതി. ഭൂതം എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. നിന്നെ ആർക്കും ഒതുക്കി നിർത്തുവാൻ തൊക്കെ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, നിനക്ക് പരിധികളില്ല. എല്ലാ വിദ്യാർത്ഥികളും നോക്കി പറയട്ടെ, ഞങ്ങളെ സ്തോത്രം, ഫിസിക്സും മാത്സും എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത തലവേദനയും വയറിളക്കവും. ഈ സെഷനോടെ അത് ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലതിൽ ജയിച്ച് മറ്റു ചിലതിൽ തോക്കിയല്ല. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഓ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിന്റെ ടീച്ചർ അതിശയിക്കാൻ പോവാ, നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന കൊളീഗ്സ്, സഹപ്രവർത്തകർ അതിശയിക്കാൻ പോവാ. അയ്യോ, കഴിഞ്ഞ കാലത്ത് മാഡത്തിന് ഇത് കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ സാറിന് ഇത് പറ്റിയില്ലല്ലോ. അപ്പ പറ, ഓ, മെയ് മാസം 16-ാം തീയതി ഒരു വല്ലാത്ത പ്രാസംഗം നിന്ന് ഞാൻ കേട്ടു. ഓ, ആ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കി, എന്റെ സ്വർഗത്തിലെ അപ്പന് പരിധിയില്ലാത്തത് കൊണ്ട് പലരും പരാജയപ്പെട്ടത് ഞാൻ ജയിക്കുന്നു. പലരും വിട്ടുകളഞ്ഞത് ഞാൻ ചെയ്യുന്നു. പലർക്ക് കഴിയാത്തത് ഞാൻ തേടുന്നു. പലരെ ഡിസ്മിസ് ചെയ്തെടുത്ത് ഞാൻ പ്രമോഷൻ പ്രാപിക്കുന്നു. പലരെ നിർത്തിക്കളഞ്ഞെടുത്ത് വെച്ച് പുതിയ അധ്യായമായി ഞാൻ തുടങ്ങുന്നു. സ്തോത്രം. ചുറ്റൂരിക്കുന്ന എല്ലാവരും തൊട്ട് പറഞ്ഞാട്ടെ, സോഷ്യൽ ഡിസ്റ്റൻസ് വീട്ടിൽ വേണ്ടെന്നാണ് സ്തോത്രം ഇന്ന് പോലെ എനിക്ക് തോന്നുന്നത്. എല്ലാവരും തൊട്ട് പറഞ്ഞാട്ടെ, നമുക്ക് പരിധി വേണ്ട. ഓ, നമുക്ക് പരിധി വേണ്ട. വിറ്റ് കളഞ്ഞ് വാടക വീട്ടിൽ കയറി
വിറ്റവരെ, വിറ്റ് കളഞ്ഞ വാടക വീട്ടിൽ കയറിയവരെ, ഗെറ്റ് റെഡി. അടുത്ത രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വന്തം ഭവനങ്ങൾ വരാൻ പോവാ, സ്വന്തം പറമ്പുകൾ വരാൻ പോവാ, സ്വന്തം എസ്റ്റാബ്ലിഷുകൾ വരാൻ പോവാ, പുതിയ ബിസിനസ് കോംപ്ലക്സുകൾ വരാൻ പോവാ. ബിസിനസിന്റെ കടയല്ല, ബിസിനസ് കോംപ്ലക്സുകൾ വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആ പട്ടണത്തിൽ ബിസിനസ് കോംപ്ലക്സുകൾ വരാൻ പോവാ. Because the Lord of Jabez is going to enlarge your territory. യബേസിന്റെ ദൈവം നിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുന്നു. നിന്റെ അതിരുകളെ വിശാലമാക്കാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നു. പരിധിയില്ലാത്ത ജീവിതം, പുതിയ കഥ, പരിധിയില്ലാത്ത ജീവിതം. പറ, ആരേലും പറ, മുട്ടായി മേടിച്ചു തരാം. സ്തോത്രം. അതെ, പരിധിയില്ലാത്ത ജീവിതം. പറ, പരിധിയില്ലാത്ത ജീവിതം. സ്വർഗത്തിലെ കർത്താവിന് പരിധിയില്ല. സ്വർഗത്തിൽ പോയാൽ അവൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക പിരിച്ചാൽ അവിടെയുണ്ട്, ഭൂമിയുടെ അറ്റത്ത് പോയാൽ 139 സങ്കീർത്തനം, ഭൂമിയുടെ അറ്റത്ത് പോയാൽ അവിടെയും സ്തോത്രം എന്റെ കർത്താവുണ്ട്. പരിധിയില്ലാത്ത കർത്താവ്, പരിധിയില്ലാത്ത കർത്താവ്. ഈ ദിവസങ്ങളിൽ ഈ കോവിഡ് കാലത്ത് പരിധിയില്ലാത്ത ബിസിനസ്, പരിധിയില്ലാത്ത വിദ്യാഭ്യാസം, പരിധിയില്ലാത്ത ബുദ്ധി സാമർഥ്യം, പരിധിയില്ലാത്ത ശുശ്രൂഷ, പരിധിയില്ലാത്ത ജീവിതശൈലി, ഇൻ ജീസസ് നെയിം നിന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. പരിധികൾ ചാടിക്കിടക്കുകയാണ്. വീണ്ടും ബൈബിൾ പറയുന്നു, thy hand be with me all the time. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. സഹോദരി സഹോദരന്മാരെ, ഒന്നാമത്തെ തൂണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. ബറാക്ക്. രണ്ടാമത് സ്തോത്രം, എന്റെ അതിരുകൾ വിശാലമാക്കണമേ. യബേസിന്റെ പുതിയ സ്റ്റോറിക്ക് വേണ്ടി സ്തോത്രം. ഇതാ വേദപുസ്തകം പറയുന്നു, നീ എന്നെ നിശ്ചയമായി, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എന്താ ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത? മനുഷ്യന്റെ കയ്യിൽ നീ വീണാൽ നീ പൊളിഞ്ഞു പോകും, മനുഷ്യന്റെ കയ്യിൽ വീണാൽ നീ തകർന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ നീ ഇരുന്ന് പൊളിഞ്ഞാലും നീ പണിയപ്പെടുക. യിരെമ്യാപ്രവചനം 18 അധ്യായം 1 മുതൽ 4 വരെ. കുശവന്റെ കയ്യിലിരുന്ന് പാത്രം പൊളിഞ്ഞു, പക്ഷേ സ്തോത്രം, കുശവൻ എറിഞ്ഞു കളഞ്ഞില്ല, തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ദൈവത്തിന്റെ കയ്യിലിരിക്കെ നീ പണിയപ്പെടുക. കുശവൻ അതിന് വീണ്ടും പണിതു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കട്ടെ. പറ, ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ സ്തോത്രം, അത് പൊളിക്കുന്ന കൈയല്ല, അത് പണിയുന്ന കൈ. അതൊരു പ്രസംഗമാണ്. 145 സങ്കീർത്തനം 16 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കുമ്പോൾ അത് സ്തോത്രം വരണ്ട കൈയുള്ളവനാക്കി നിന്നെ തീർക്കുന്ന കൈയല്ല, പകരം ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ അത് നന്മ ചെയ്യുന്ന കൈയാണ്. 145 സങ്കീർത്തനം 16 വാക്യം, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്ന. ദൈവത്തിന്റെ കൈ തുറക്കുമ്പോഴുണ്ടല്ലോ ജീവനുള്ള സകലതിനും തൃപ്തി വരുത്തുന്ന. അപ്പൊ ദൈവത്തിന്റെ കൈ പൊല്ലാത്ത കൈയല്ല. ദൈവത്തിന്റെ, ഐ എം സോറി, ഞാനത് തിരുവനന്തപുരം മലയാളത്തിലാണ് പറഞ്ഞത്. ദൈവത്തിന്റെ കൈ തിന്മയുടെ കൈയല്ല, ദൈവത്തിന്റെ കൈ നന്മയുടെ കൈ. അങ്ങനെയെങ്കിൽ ദൈവ മക്കളുടെ കൈയും നന്മയുടെ കൈയാകട്ടെ. രണ്ട് കരങ്ങൾ നോക്കി പറഞ്ഞാട്ടെ, നല്ല കൈ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നല്ല കൈ. വായു തുറന്ന് പറഞ്ഞാട്ടെ, നല്ല കൈ, നന്മ ചെയ്യുന്ന കൈ. പറഞ്ഞാട്ടെ, നന്മ ചെയ്യുന്ന കൈ. ചോർച്ചയുടെ കൈയല്ല, ചോർച്ചകളെല്ലാം അടയപ്പെടട്ടെ. നഷ്ടത്തിന്റെ കൈയല്ല, ആ നഷ്ടങ്ങൾ മുഴുവൻ മാറിപ്പോകട്ടെ. പകരം ഈ കൈ നന്മ ചെയ്യുന്ന കൈ. ദൈവം തൃക്കൈ തുറന്ന് ജീവനുള്ള സകലതിനെയും തൃപ്തി വരുത്തുന്നു. ദൈവത്തിന്റെ അനോയിന്റിംഗിൽ നിന്ന സകല ദൈവദാസന്മാരുടെയും കൈ, അഭിഷേകത്തിൽ നിന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആത്മീയ കാര്യമല്ല ഞാൻ പറയുന്നത്. എക്സ്ക്യൂസ് മീ, ആത്മീയ കച്ചവടക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥ അഭിഷേകത്തിൽ നിന്നവിടെ കാര്യം ഞാൻ പറയുന്നു. സ്തോത്രം. അതെ, യഥാർത്ഥ അഭിഷേകത്തിൽ നിന്നവിടെ കൈ ഒത്തിരി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കൈയായിരുന്നു. ബ്രദർ DGS ദിനകരൻ ഒത്തിരി പാവങ്ങളെ സഹായിക്കുമായിരുന്നു. സ്തോത്രം. അതുപോലെ സ്മിത്ത് വിഗിൽസ്വർത്ത് സ്തോത്രം, അതെ, യങ് പാസ്റ്റേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. തന്റെ പട്ടണത്തിൽ ഇംഗ്ലണ്ടിലുള്ള യങ് പാസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് സ്തോത്രം അവിടുത്തെ ഏറ്റവും നല്ല തുണിക്കടയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പ്രകാരം പറയും, സ്തോത്രം, നിങ്ങൾ 2 സ്യൂട്ടും സ്തോത്രം 2 ഷൂസും നിങ്ങൾക്കായി മേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് കൂടെ സ്തോത്രം യങ് പാസ്റ്റേഴ്സിനെ, ശുശ്രൂഷയിലേക്ക് അപ്പോഴേക്ക് കടന്നു വന്ന ചെറുക്കൻ പാസ്റ്റർമാരെ കൊണ്ടുപോയി 2 സ്യൂട്ടും 2 ഷൂസും മേടിക്കണം. സ്തോത്രം. ചെറുതല്ല നിങ്ങൾ മേടിക്കേണ്ടത്, ലോ കോസ്റ്റ്, ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കണം. വൈ?
എന്താ അങ്ങനെ ചെയ്യുന്നത്? അത് മാറി നിൽക്കും അവരത് സെലക്ട് ചെയ്യുന്നത്. വിൽസ്വർത്തിന്റെ അടുക്കലേക്ക് പോയി പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്, വിൽസ്വർത്ത്, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്തോത്രമായ യങ് പാസ്റ്റേഴ്സിന് കൂടെ പല പാസ്റ്റർമാരെ നിങ്ങൾ കൊണ്ടുവന്ന് 2 സ്യൂട്ടും 2 സ്തോത്രം ഷൂസും മേടിക്കുന്നത്? ഒരെണ്ണം പോരെ, എന്തിനാ രണ്ട് കൊടുക്കുന്നത്? അത് പറഞ്ഞു, പണ്ട് ഞാൻ പ്ലംബർ ആയിരുന്നേ. ആ പ്ലംബർ ജോലി ഉപേക്ഷിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞതാണ്, കർത്താവേ ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ നീ എനിക്ക് ഇടവെക്കല്ലേ കർത്താവേ. എപ്പോഴും എനിക്ക് 2 ഷൂസും ഏറ്റവും കുറഞ്ഞത് 2 സ്യൂട്ടും എൻ്റെ അലമാരിയിൽ നീ വച്ചേക്കണേ. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എൻ്റെ അലമാര നിറഞ്ഞു കവിയാണ്. അതുകൊണ്ട് സ്തോത്രം, ഞാൻ യങ് പാസ്റ്റേഴ്സിന്, അതെ എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഞാനിതാ സ്തോത്രം കൊടുക്കുകയാണ്. കാരണം കോരുന്ന കിണറ്റിലെ ഊറത്തുള്ളൂ. ഒരിക്കൽ കൂടെ, കോരുന്ന കിണറ്റിലെ ഊറത്തുള്ളൂ. വിൽസ്വർത്ത് തന്നെ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഏറ്റവും നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു, ആ പൈസ തരുന്ന അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല എൻ്റെ നല്ല ഫോട്ടോ കിട്ടുന്നത്. ഒരിക്കൽ കൂടെ, ആ പൈസ കിട്ടുന്ന അടിച്ചു മാറ്റുന്ന ആ അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്ലോറി സ്തോത്രം എന്ന് പറഞ്ഞ് അപ്പോഴിറങ്ങുമ്പോഴല്ല എൻ്റെ നല്ല ഫോട്ടോ കിട്ടുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ എപ്പോഴാണോ ചെക്ക് എഴുതുമ്പോൾ അപ്പോഴാണ് എൻ്റെ നല്ല ഫോട്ടോ കിട്ടുന്നത്. അർത്ഥം, ഞാൻ ചിരിച്ച മുഖത്തോടെയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത്. ചിരിച്ച മുഖത്തോടെയാണ് മറ്റ് ശുശ്രൂഷകൾക്ക് ഞാൻ കൊടുക്കുന്നത്. ഒരു ദൈവദാസന്റെ കൈ അങ്ങനെയെങ്കിൽ നിന്റെ സ്വർഗത്തിലെ അപ്പന്റെ കൈയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നാൽ നീ തൃക്കൈ തുറന്ന് ജീവനുള്ള സകലതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, he will fulfill the desires of your heart. നിന്റെ ഹൃദയത്തെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്നു. സ്വന്തം കരത്തെ തലമേൽ വെച്ച് പറ, നല്ല ആഗ്രഹങ്ങൾ. പറഞ്ഞാട്ടെ, നല്ല ആഗ്രഹങ്ങൾ. എല്ലാ പൊല്ലാത്ത ആഗ്രഹങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ ദുരാഗ്രഹങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ അത്യാഗ്രഹങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മൂന്നാമതൊരിക്കൽ കൂടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിപ്പാൻ ദൈവത്തിന്റെ കൈ നിന്റെ മേലുണ്ട്. ആ പെണ്ണിനെ കെട്ടിക്കണം, നല്ല ആഗ്രഹമാണ്. ആ ചെറുക്കനെ എസ്റ്റാബ്ലിഷ് ആകണം, നല്ല ആഗ്രഹമാണ്. കുറെ കാലമായി കാത്തിരിക്കുന്നു. സ്തോത്രം, കാണുന്നില്ലല്ലോ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 6, 1 പത്രോസ് 5:6 പറയുന്നു, ഓ ഹംബിൾ യുവർസെൽഫ് സോ ദാറ്റ് ഹി മേ എക്സാൾട്ട് യു ഇൻ ഹിസ് ഡ്യൂ ടൈം. സ്തോത്രം, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അണ്ടർലൈൻ ചെയ്, തക്ക സമയം. ഓ, അടുത്തിരിക്കുന്നവർ നോക്കി പറ, തക്ക സമയം. ഇന്ന് പകൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പറയുകയാണ്, തക്ക സമയം. അവൻ ലേറ്റായി വരത്തില്ല, അവൻ നേരത്തെയും വരത്തില്ല. പകരം അവൻ തക്ക സമയം. നീ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു വന്നത് ഡോക്ടറുടെ നേരത്തല്ല, നേഴ്സിന്റെ നേരത്തല്ല, തക്ക സമയം. നീ ഈ ലോകത്തിലേക്ക് ജനിച്ചത് ജാതകത്തിന്റെ നേരത്തല്ല, ജോത്സ്യന്റെ നേരത്തല്ല, തമ്പുരാന്റെ തക്ക സമയം. യേശുവിന്റെ നാമത്തിൽ നീ ജനിച്ചത് മനുഷ്യന്റെ നേരത്തല്ല, അപ്പന്റെ ക്ലോക്കിലല്ല, അമ്മയുടെ വാച്ചിലുമല്ല നീ ജനിച്ചത്. ദൈവത്തിന്റെ നേരത്തിൽ നീ ജനിച്ചു എങ്കിൽ നിന്റെ വിവാഹമാകട്ടെ, നിന്റെ ജോലിയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സകലതും തക്ക സമയത്ത് ജനിച്ചു വരട്ടെ. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ തക്ക സമയം. നോ മോർ ഡിലേ ഇൻ ജീസസ് നെയിം. ഇനി താമസങ്ങളില്ല. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഇനി താമസങ്ങളില്ല. എല്ലാം തക്ക സമയത്ത് കോളിംബെൽ അടിക്കാൻ പോകുകയാണ്. ടിങ് ഡോങ്. ഓ, തക്ക സമയത്ത്. പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ എന്നെ കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. നിന്റെ കാര്യമാണ് പറഞ്ഞ, എന്റെ കാര്യമല്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ഫോണിൽ ഒരു കോൾ വരുവാൻ വേണ്ടി പോകുന്നു. സ്വിച്ച് ഓഫ് ചെയ്യല്ലേ, ഇപ്പൊ നോക്കല്ലേ, ഇപ്പൊ സഭായോഗ. മനുഷ്യർ കാത്തിരിക്കട്ടെ. സ്തോത്രം. അതെ, പ്രതീക്ഷിക്കാത്ത നേരത്തെ ചില ജംഗ്ഷനിൽ ചിലർ നീ കണ്ടുമുട്ടാൻ പോവാ. തക്ക സമയത്ത്. ഇൻ ജീസസ് നെയിം, നോ മോർ ഡിലേ. എല്ലാ ഡിലേ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഭവനത്തിനെതിരെ, ഭാവിക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ ഉള്ളതായ സകല ഡിലേ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. തക്ക സമയം. വായി തുറന്ന് പറഞ്ഞേ, കേട്ടില്ല, ഒരിക്കൽ കൂടെ
നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് യബേസിന്റെ ജീവിതത്തിൽ സകലതും നടക്കുന്നത്. നാട്ടുകാർ പറയട്ടെ തക്ക സമയം, മന്ത്രവാദി പറയട്ടെ ഓ നന്നായി കെട്ടി നോക്കി, പക്ഷെ എന്റെ കെട്ടിൽ ഒതുങ്ങിയില്ല. ദൈവത്തിന്റെ തക്ക സമയത്ത് അവൻ കെട്ട് പൊട്ടിച്ചു. ചൊവ്വാഴ്ച കെട്ടി നടന്നില്ല, വെള്ളിയാഴ്ച കെട്ടി നടന്നില്ല, അമാവാസി കെട്ടിക്കാണും, സംക്രാന്തിയിൽ നിന്നെ മന്ത്രത്തിൽ കെട്ടിക്കാണും, നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും നന്മകളെ കെട്ടിവെച്ചിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ let it catch fire in Jesus name. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിനക്കെതിരെ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. തീ പിടിച്ച് എരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നന്മകളെ കെട്ടിവെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങൾ തീ പിടിച്ച് എരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. സ്തോത്രം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച സ്തോത്രം. എന്റെ ആദിനെ വിശാലമാക്കി. Thy hand me with me all the time. നാലാമതായി അവസാനമായി ഞാൻ നിർത്തി. നാലാമതായി അവസാനമായി സ്തോത്രം. അതെ, നാലാമതായി അവസാനമായി എനിക്ക് പറയാനുള്ളത് സ്തോത്രം. യബേസ് ദൈവത്തോട് പറയുകയാണ് സ്തോത്രം. അതെ, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. അനർത്ഥമുണ്ട് കർത്താവേ. യബേസ് പറയുകയാണ്, ഒരുപക്ഷെ അവൻ അംഗവൈകല്യമുള്ളവനായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും രോഗമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അമ്മ അവന് രക്ഷപ്പെടാത്ത കേസ് എന്നർത്ഥം വരുന്ന യബേസ് എന്ന് പേരിട്ടത്. നന്നാകാ പ്രമാണം എന്ന ക്രമത്തിൽ അമ്മ അവന് പേരിട്ടത് സ്തോത്രം. നിന്റെ പേര് യബേസ്. സ്തോത്രം. അവന് അനർത്ഥം ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് അനർത്ഥമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ വീട്ടിൽ അനർത്ഥമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, ഡ്രോമാസ് കടന്നു വന്ന് നിന്റെ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടോ? ഡ്രോമ കടന്നു വന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഒരു ജൂയിഷ് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ആ യഹൂദനായ പാസ്റ്റർ, ആ ജൂയിഷ് കോൺഫറൻസിന്റെ കീ ലീഡർ എന്നെ കൊണ്ടുപോയി ഈ പ്രകാരം സ്തോത്രം ആ ബ്രോങ്സ് ഏരിയ കാണിച്ചു. അവിടെ ഇതാ കാറ്റടിച്ച് കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുകയാണ്. അനർത്ഥം കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ. സ്തോത്രം. തമിഴ്നാട്ടിൽ ഞാൻ പോയി കണ്ടു. സുനാമി വന്നപ്പോ അതെ, ഗ്രാമങ്ങൾ തകർന്നു കിടക്കുകയാണ്. അനർത്ഥങ്ങൾ സുനാമിയുടെ രൂപത്തിൽ വന്നപ്പോൾ, അനർത്ഥങ്ങൾ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്നപ്പോൾ ദേശങ്ങൾ തകർക്കപ്പെടുന്നു. ഇന്നും നിന്റെ ജീവിതത്തെ പല അനർത്ഥങ്ങൾ തകർത്തു എങ്കിൽ എന്റെ തമ്പുരാൻ നിന്നെ പണിയുകയാണ്. വായി എങ്ങനെ പറയാൻ കഴിയാം? യെശയ്യാപ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം. ദൈവം അവന് കഷ്ടം വരുത്തി. ആർക്ക്? മെശിഹായ്ക്ക്. യേശു കർത്താവിന് ദൈവം കഷ്ടം വരുത്തി. ദൈവം അവന് കഷ്ടം വരുത്തി. God bruised him. അവന് സ്തോത്രം. അതെ, അനർത്ഥം വന്നു. 53:10 വേദപുസ്തകം പറയുന്നു ദൈവം അവനെ തകർത്ത് കളഞ്ഞു. അർത്ഥം ഞാൻ പറയട്ടെ സ്തോത്രം. സുവിശേഷം ഇതാണ്. ക്രൂശ് ഇല്ലാതെ ഒരു സുവിശേഷം എന്ന് പറഞ്ഞാൽ നോ, അത് ജസ്റ്റ് ശബ്ദം മാത്രമാണ്. പലരും അനുഗ്രഹം പറയും, പലരും നന്മ പറയും, പക്ഷേ ക്രൂശ്, ക്രിസ്തു, യേശുവിന്റെ രക്തം, അതെ സ്തോത്രം, ഇതില്ലെങ്കിൽ സുവിശേഷം അല്ല. ഞാൻ വളരെ കറക്റ്റായി പറയട്ടെ, ക്രോസ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ ഗോസ്പൽ. ക്രൂശിനെ ഉയർത്താതെ ഒരു സഭായോഗം നിർത്തുവാൻ കഴിയത്തില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറയാതെ പഴയ നിയമ ചരിത്രം മാത്രം പറയുന്നെങ്കിൽ അമ്മുമ്മ കഥ മാത്രമാണ്. സ്റ്റോപ്പ് സേയിങ് അമ്മുമ്മ കഥ. സ്റ്റാർട്ട് പ്രീച്ചിങ് ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ജീസസ്. കഥ പറച്ചിൽ നിർത്ത്. സുവിശേഷം പറയാനായി ഒരുങ്ങ. സുവിശേഷം. ദൈവം അവനെ തകർത്തു കളഞ്ഞു. പടയാളികളെ തകർത്തതിനേക്കാൾ ഈ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. പടയാളികളെ തകർത്തു, പക്ഷെ ദൈവം തകർത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇത് എഴുതിയത് പരിശുദ്ധാത്മാവ്, എഴുത്തുകാരനെ അറിയത്തുള്ളൂ ഇതിന്റെ അർത്ഥം എന്തെന്ന്. സ്തോത്രം. കർത്താവേ പടയാളി തകർത്ത എനിക്ക് മനസ്സിലായി, എന്റെ രോഗം അവനെ ഏറ്റെടുത്തു. പടയാളി മുൾക്കിരീടത്താൽ തകർത്ത എനിക്ക് മനസ്സിലായി, എന്റെ ശാപം അവൻ ചുമന്നു. ഞാൻ അനുഗ്രഹം ചുമക്കാൻ വേണ്ടി എന്റെ ശരീരത്തിൽ അടയാത്ത ശബ്ദവുമായി ആരോഗ്യത്തോടെ ഞാൻ ജീവിക്കാം. എന്റെ രോഗങ്ങളെ അടിപ്പിണരിൽ അവൻ ഏറ്റെടുത്തു. പക്ഷേ ക്രൂശിൽ ഇതാ സ്തോത്രം തിരുവചനം പറയുകയാണ്, പിതാവ് അവനെ തകർത്ത് കളഞ്ഞു. പരിശുദ്ധാത്മാ പറഞ്ഞു, സുരേഷേ ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ? നിന്നെ ആർക്കും തകർത്ത് കളവാതിരിക്കാൻ നിന്റെ തകർച്ചകളെ മുഴുവൻ യേശു ഏറ്റെടുത്തു.
സ്തോത്രം. നിന്നെ ആർക്കും തകർത്ത് കളവാൻ കഴിയാതിരിപ്പാൻ യേശു നിന്റെ തകർച്ചകളെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ചുറ്റിരിക്കുന്ന എല്ലാവരും നോക്കി ഒന്ന് ചിരിക്കണം. കണ്ണുടയ്ക്കുന്ന പിന്നെ തുടയ്ക്കാം. സ്തോത്രം. ചുറ്റിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, അപ്പാ സ്തോത്രം. ചുറ്റിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ തകർച്ചകളെ യേശു ചുമന്നു. പറഞ്ഞാട്ടെ, നമ്മളെ തകർച്ചകളെ യേശു ചുമന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കി പറ, നമ്മളെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല, നമ്മളെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല. കാരണം എൻ്റെ തകർച്ചകളെ മുഴുവൻ യേശു കർത്താവ് ഏറ്റെടുത്തു. പിതാവായ ദൈവം അവനെ തകർത്ത് കളഞ്ഞു. അനർത്ഥം അവന് വരുത്തി. അനർത്ഥം അവന് വന്നപ്പോഴാണ് ആ ക്രൂശിൽ നിന്ന് ഇരുട്ടത്ത നിലവിളി വെളിപ്പെട്ടത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. സങ്കീർത്തനം 22:1. മത്തായി സുവിശേഷം 27 സ്തോത്രം 46-47. മർക്കോസ് സുവിശേഷം 15:34. ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ മൂന്നാളികൾ തൂങ്ങി നിന്ന് ശ്വാസം വിടാൻ കഴിയാത്തവൻ, ശ്വാസം വിടാൻ കഴിയാത്തവൻ. വാട്സപ്പിന്റെ സ്തോത്രം, അതെ ഏതോ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ഡൽഹിയിലും സ്തോത്രം വിവിധ സ്ഥലങ്ങളിൽ ശ്വാസം വിടാൻ കഴിയാതെ ആൾക്കാർ പടയുന്നത്, സഹായം ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയെ സഹായിക്കണമേ, അതേ ജഡ്ജസെ സഹായിക്കണമേ, സുപ്രീം കോടതി ജഡ്ജിയെ സഹായിക്കണമേ. ശ്വാസം കിട്ടാതെ മനുഷ്യർ പടയുകയാണ്. ശ്വാസം കിട്ടാതെ ലക്ഷക്കണക്കിന് ജനം ഇപ്പോഴും പടഞ്ഞിട്ടിരിക്കുക. ശ്വാസം കിട്ടാതെ പലരും പടഞ്ഞിട്ടിരിക്കുക. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളെ മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു കർത്താവ് ശ്വാസം കിട്ടാതെ അവൻ പടഞ്ഞു നിൽക്കുമ്പോ ശബ്ദമെടുക്കാൻ വയ്യ. കിട്ടുന്ന ഉച്ചസ്വരത്തിൽ വിളിച്ചു ചോദിച്ചു, മൈ ഗോഡ്, മൈ ഗോഡ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എത്രത്തോളം താഴ്ത്തപ്പെടാമോ അത്രത്തോളം താഴ്ത്തപ്പെട്ടു. എത്രത്തോളം തകർക്കപ്പെടാമോ അത്രത്തോളം തകർക്കപ്പെട്ടു. എന്നാൽ എന്നും അനർത്ഥം അല്ല, എന്നും അനർത്ഥമല്ല, എന്നും അനർത്ഥമല്ല, എന്നും അനർത്ഥമല്ല. കേക്ക് സ്തോത്രം. ഒരു വെള്ളിയാഴ്ച അവനൊരു അനർത്ഥമുണ്ടായിരുന്നെങ്കിൽ ഒരു ഞായറാഴ്ച അവനൊരു ഉയർപ്പുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഒരു അനർത്ഥമുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച നിനക്കൊരു ഉയർപ്പുണ്ട്. ഒരു വെള്ളിയാഴ്ച നിനക്ക് സ്തോത്രം അനർത്ഥമുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച നിനക്കൊരു ഉയർപ്പുണ്ട്. എന്നും അനർത്ഥമല്ല. എല്ലാറ്റിനും ദൈവത്തിന്റെ മുൻപിൽ ഒരു സമയമുണ്ട്. എല്ലാ അനർത്ഥങ്ങൾക്കും സ്തോത്രം ഒരു പരിധിയുണ്ട്. അതേ, എന്റെ അനർത്ഥത്തിൽ നിന്ന് ദൈവമായ കർത്താവേ എന്നെ വിടുവിക്കണമേ, എന്റെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കണമേ, എന്റെ കുഞ്ഞിന്റെ അനർത്ഥത്തിൽ നിന്ന്, എന്റെ ഭവനത്തിന്റെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കണമേ. വിടുവിക്കോ? നിശ്ചയം ഓൺ ദ വേ അത് വന്നുകൊണ്ടിരിക്കുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ അനർത്ഥത്തിൽ നിന്ന് അവിടെ തന്നെ വിടുവിക്കണമേ. സ്തോത്രം. അനർത്ഥത്തിൽ നിന്ന് വിടുതൽ ദൈവം നൽകി. 4 കാര്യം. Bless me indeed, Barak. Empowered to success. Bless me indeed, enlarge my territory. എന്റെ അതിരിനെ വിശാലമാക്കണം. അതായി hand me with me all seasons or all time. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. And deliver me from every evil. അനർത്ഥത്തിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ. 4 തൂണുകൾ, 4 കാര്യങ്ങൾ ദൈവം അവന് വേണ്ടി ചെയ്തു. 4 കാര്യം ദൈവം അവന് വേണ്ടി ചെയ്തു. എബേസിന് വേണ്ടി 4 കാര്യം ചെയ്തെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി 4 കാര്യം ചെയ്യും. എബേസിന് വേണ്ടി കർത്താവ് 4 കാര്യം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടിയും ചെയ്യാം. സ്വന്തം കരത്തെ തലമേൽ വെച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ചെയ്യ, എനിക്ക് വേണ്ടി ചെയ്യ, എനിക്ക് വേണ്ടി ചെയ്യ, എനിക്ക് വേണ്ടി ചെയ്യ, എനിക്ക് വേണ്ടി ചെയ്യ. സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. Bless me indeed. Hallelujah, hallelujah. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. എന്റെ അതിരെ വിശാലമാക്കണമേ. ഈ കുടുംബങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ. എവിടെ അതിരുകളെ വിശാലമാക്കണമേ. ദൈവത്തിന്റെ കൈ ഈ ഭവനത്തോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിന്റെ കൃപയാൽ ഈ അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഈ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. അങ്ങയുടെ കൈ അവരോട് കൂടെ ഇരിക്കണമേ. അവിടെ അതിരുകളെ വിശാലമാക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. 4 കാര്യം ചെയ്തപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റമുണ്ടായി. 4 കാര്യം ചെയ്തപ്പോൾ ആള് മാറിപ്പോയി. പ്രസംഗം തീർന്നില്ല, എഴുന്നേറ്റുന്നില്ല. അവസാനത്തെ സെന്റൻസ് കേൾക്കുന്നത് വരെ ആരും സ്തോത്രം ഈ ചാനലിൽ നിന്ന് പുറത്തു പോകില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ എങ്ങനെയാ കർത്താവ് ഇത് നയിക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ നോട്ടിലില്ലാത്ത രീതിയിലാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് ഇതാ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ്റ് നിങ്ങളുടെ മേൽ വീശുന്നുണ്ട്, ഒരു തീ നിങ്ങളുടെ മേൽ കത്തുന്നുണ്ട്, ഒരു നദി നിന്റെ മേൽ, ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുന്നത് പോലെ, ആരോ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയും, ഒരു വെള്ളച്ചാട്ടത്തിന്
കീഴിൽ നിൽക്കുന്നത് പോലെ നീ നിന്നുകൊണ്ടിരിക്കുന്നു. കാരണം തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുകയാണ്. നിന്റെ ഗ്രാമത്തിലുള്ളവർ, നിന്റെ പട്ടണത്തിലുള്ളവർ, നിന്റെ കൂടെ പഠിച്ചവർ, അവർ നിന്നെ നോക്കി പ്രത്യക്ഷമായി പറവാൻ പോകുകയാണ്. നീ ആള് മാറിപ്പോയി, നീ ആള് മാറിപ്പോയി, നീ ആള് മാറിപ്പോയി. നിന്റെ അധ്യാപകനല്ല നിന്നെ മാറ്റുന്നത്, നിന്റെ ട്യൂഷൻ സെന്റർ അല്ല നിന്നെ മാറ്റുന്നത്, നിന്നെ മാറ്റുന്നത് യൂണിവേഴ്സിറ്റി അല്ല, നിന്നെ മാറ്റുന്നത് ദൈവമാണ്. കാരണം ഒത്തിരി പേർ നിന്നെ നോക്കി പറഞ്ഞു നീ ദുഃഖപുത്രനാണ്. ഒത്തിരി വാക്കുകൾ നീ കേട്ടു, ദുഃഖപുത്രനാണ്, നീ ഒരു യബേസാണ്. അവിടെ വാക്ക്, അവിടെ ലെറ്റർ കില്ലത്ത്, ഓ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് റിവൈവ്സ്. അക്ഷരം കൊല്ലുന്നു. അക്ഷരം പറഞ്ഞു നീ ഒരു യബേസ്, അക്ഷരം പറഞ്ഞു നീ ഒരു യബേസ്. പക്ഷേ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ മറ്റുള്ളവരെ പോലെ അല്ല ആക്കുന്നത്, മറ്റുള്ളവരെക്കാൾ ഞാൻ നിന്നെ ശ്രേഷ്ഠനാക്കാൻ പോകുകയാണ്. മറ്റുള്ളവരെക്കാൾ ഞാൻ കോമ്പറ്റീഷൻ അല്ല നിങ്ങളോട് പറയുന്നത്, ഞാൻ മത്സരമല്ല നിങ്ങളോട് പറയുന്നത്. പകരം ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഇതാ പുതിയ കഥ. ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ഇതാ പുതിയ കഥ. ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. ദൈവത്തിന് മാത്രം ചെയ്യുവാനുള്ള പുതിയ കഥ. പ്രായം കൂടി കാണും, വിദ്യാഭ്യാസം കുറഞ്ഞു കാണും, പല ഡ്രാമാസ്, പല ആഘാതങ്ങൾ വന്നു കാണും. പക്ഷേ ഇൻ ജീസസ് നെയിം ദൈവം നിന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് അതിരുകളെ വിശാലമാക്കി ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെ ഇരുന്ന് അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഫ്ലാഷ് ബാക്ക് 9 വാക്യം ഫസ്റ്റ് സെന്റൻസ്, ഈ സ്തോത്രം യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്ന യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്ന അടുത്തിരിക്കുന്ന ആരെങ്കിലും തൊട്ട് പറഞ്ഞാട്ടെ, ഏറ്റവും മാന്യൻ. തൊട്ട് പറ, സ്തോത്രം, ഏറ്റവും മാന്യൻ ഇൻ ജീസസ് നെയിം. മറ്റുള്ളവരെ പോലെയല്ല, പല മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റവും മാന്യൻ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഏറ്റവും മാന്യൻ എന്ന് പറഞ്ഞാൽ കൂടെ ജനിച്ചവരെക്കാൾ, കൂടെ പഠിച്ചവരെക്കാൾ, കൂടെ വളർന്നവരെക്കാൾ അവരെ പോലെയല്ല ദൈവം നിന്ന് നിർത്തുന്നത്. യബേസിന്റെ അമ്മ അവനെ വ്യസനിപ്പിച്ച് വ്യസനപാത്രം എന്ന് പേര് പറഞ്ഞ് പല പടി പിന്നിലേക്ക് തള്ളി, പല പടി പിന്നിലേക്ക് അമ്മ തള്ളി. എന്നാൽ പല പടി പിന്നിലേക്ക് അമ്മ തള്ളി എങ്കിൽ എന്റെ ദൈവത്തിന്റെ കൈ അവന്റെ മേൽ വന്ന് പല പടി മുന്നിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ പിന്നിലേക്ക് തള്ളി, ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്നു. മനുഷ്യൻ തള്ളിയത് പിശാച് തള്ളിയെങ്കിൽ come on in Jesus name, ആഗേ ചൽ, മുന്നാടി പോ, ആഗേ ചൽ, മാർച്ച് ഫോർവേഡ്, മുന്നോട്ട് പോ. പിന്നോട്ട് തള്ളിയ ശബ്ദങ്ങളുടെയും ശക്തികളുടെ നടുവിൽ മുന്നോട്ട് പോ. യേശുവിന്റെ നാമത്തിൽ അതിരുകളെ പൊളിച്ച് ശാപങ്ങളെ നീക്കി ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് പോ. സഹോദരന്മാരെ പോലെയായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്ചയം ഈ വചനം എഴുതത്തില്ലായിരുന്നു. യബേസ് തന്റെ സഹോദരന്മാരെ പോലെയായി എന്ന് പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഇത് എഴുതത്തില്ലായിരുന്നു. എന്നാൽ സഹോദരന്മാരെ പോലെയല്ല അവൻ ആയത്, സഹോദരന്മാരെ പോലെയല്ല, നാട്ടുകാരെ പോലെയല്ല. ആ നാട്ടിൽ എല്ലാവരും ജനിച്ചു, ഞാനും ജനിച്ചു, എല്ലാവരും വളർന്നു, ഞാനും വളർന്നു, എല്ലാവരും പഠിച്ചു, ഞാനും പഠിച്ചു, എല്ലാവരും ജയിച്ചു, ഞാനും ജയിച്ചു. പക്ഷേ അവർക്ക് കഴിയാത്തത്, അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്, അവർക്ക് ചെത്തിപ്പിടിപ്പാൻ കഴിയാത്തത്, അവർക്ക് കഴിയാത്തത് എന്നിൽ ദൈവം ചെയ്യുകയാണ്. അവർക്ക് കഴിയാത്തത് ദൈവം എന്നിൽ ചെയ്യുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്ക് ചിന്തിപ്പാൻ കഴിയാത്തത് ദൈവം എന്നിൽ ചെയ്യുന്നു. സഹോദരന്മാരെക്കാൾ ഞാൻ ഏറ്റവും മാന്യനാണ്. In Jesus name. അർത്ഥം സ്തോത്രം, ഞാൻ സഹോദരന്മാരുടെ ലെവലിലല്ല, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്റെ ഗ്ലാമറിനല്ല, അവന്റെ ഗ്ലോറിക്ക്. എന്റെ ഗ്ലാമറിനല്ല, അവന്റെ ഗ്ലോറിക്ക്. എന്റെ മഹത്വത്തിനല്ല, അവന്റെ മഹത്വത്തിന്. എന്റെ മഹത്വത്തിനല്ല, എന്റെ കർത്താവിന്റെ മഹത്വത്തിന്. എന്നും എപ്പോഴും എവിടെയും ഒരു സ്റ്റെപ്പ് ഞാൻ മുൻപിലായിരിക്കുക. എത്ര പേർക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ പോവാ. ഹല്ലേലൂയ. അവൻ തന്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? സ്തോത്രം. അവൻ തന്റെ സഹോദരന്മാരെ ഏറ്റവും മാന്യനായി, അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും എവിടെയും ഞാൻ ഒരു പടി മുൻപിലായിരിക്കുക. എന്നും എപ്പോഴും എവിടെയും ഞാൻ ഒരു പടി മുൻപിലായിരിക്കുക. അതാണ് എന്റെ പുതിയ കഥ. എന്നും എപ്പോഴും എവിടെയും ഞാൻ ഒരു പടി മുൻപിലായിരിക്കുക.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, അപ്പാപ്പയെ നോക്കി പറ, അമ്മയെ നോക്കി പറ, എന്നെ മുന്നിൽ നോക്കിയാൽ മതി, എന്നെ മുന്നിൽ നോക്കിയാൽ മതി. സഹോദരങ്ങളെ നോക്കി പറയാം, എന്നെ മുന്നിൽ നോക്കിയാൽ മതി. പ്രീച്ചേഴ്സിന്റെ മുന്നിൽ നോക്കിയാൽ മതി, പാസ്റ്റേഴ്സിന്റെ മുന്നിൽ നോക്കിയാൽ മതി, ട്രാഫിക്കിന്റെ മുന്നിൽ നോക്കിയാൽ മതി. ഞാൻ ഒരൊറ്റ റെഡ് ലൈറ്റിൽ ഞാൻ കിടന്ന് എന്റെ ടൈം കളയത്തില്ല. ഒരൊറ്റ റെഡ് ലൈറ്റിൽ ലൂസിഫറിന്റെ അവന്റെ കുട്ടിച്ചാത്തന്മാർക്കും എന്റെ മുൻപിൽ റെഡ് ലൈറ്റ് ഇട്ട് എന്റെ വഴി മുടക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൈ സകലതും ഗ്രീനാക്കി ഇതാ തെളിച്ചിടുകയാണ്. ചിലത് മാസങ്ങളായി കിടക്കുന്നു, ചിലരെ വർഷങ്ങളായി കിടക്കുന്നു. ഇത് പകൽക്കാലം റെഡ് ലൈറ്റായി കിടക്കുന്ന സകലതും ഗ്രീൻ ലൈറ്റായി തീരുമാനാകട്ടെ. അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. നാഷണലി ഇന്റർനാഷണലി നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. സിഡ്നി ഓസ്ട്രേലിയയിൽ നിന്ന് കേൾക്കുന്നവരെ നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. കുവൈറ്റിൽ നിന്ന് കേൾക്കുന്നവരെ നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. ദുബായിൽ നിന്ന് കേൾക്കുന്ന പാസ്റ്ററെ നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. സിംഗപ്പൂരിൽ നിന്ന് കേൾക്കുന്ന ബിസിനസ്സുകാരെ നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. ലണ്ടനിൽ നിന്ന് കേൾക്കുന്ന ദേവദാസിനെ നീ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. യുകെയുടെ വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന ഡോക്ടേഴ്സെ, യെസ്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. ഇൻ ജീസസ് നെയിം. ഇന്ത്യൻ സ്കിന്നിന് കഴിയാത്തത് not by might nor by power but by the spirit of God. കർത്താവ് നിങ്ങളുടെ ചെയ്യുന്നത് ബ്രദർ സുരേഷ് ബാബു എന്ന ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഒരു സ്റ്റെപ്പ് മുൻപിലാണ്. ഈ ദൂതിന് വേണ്ടി കാത്തിരിക്കുമ്പോ കർത്താവിനെ കാണിച്ചത് ചില കൊടുമുടികളാണ്, ചില കൊടുമുടികളാണ്, ചില കൊടുമുടികളാണ്. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ചില കൊടുമുടികളാണ്. ബിസിനസ്സിൽ നീ ഒരു എവറസ്റ്റ് ആണ്, ശുശ്രൂഷയിൽ നീ ഒരു എവറസ്റ്റ് ആണ്, എന്റർടൈൻമെന്റിൽ നീ ഒരു എവറസ്റ്റ് ആണ്, സ്പോർട്സിൽ നീ ഒരു എവറസ്റ്റ് ആണ്, എഡ്യൂക്കേഷനിൽ നീ ഒരു എവറസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലായില്ല. സഹോദരന്മാരെ പോലെയല്ല, സഹോദരന്മാരെ പോലെയല്ല. അവരെ പോലെ ആകാൻ ശ്രമിക്കല്ല, അവരെ പോലെ ആകാൻ ചിന്തിക്കല്ല, അവരുമായി കമ്പയർ ചെയ്യല്ല. Today in Jesus name നിന്റെ അളവുകൾ മാറുന്നു. സഹോദരന്മാരെ പോലെയല്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ചാടിക്കടക്ക്. സഹോദരന്മാരെക്കാൾ ഞാൻ ഏറ്റവും മുന്നിലാണ്. യേശുവിന്റെ നാമത്തില് എന്നെ കുത്തിയവരുണ്ട്, അവരെക്കാൾ ഞാൻ മുന്നിലാണ്. എന്നെ പഴി പറഞ്ഞവരുണ്ട്, അവരെക്കാൾ മുന്നിലാണ്. എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തവരുണ്ട്, അവരെക്കാൾ ഞാൻ മുന്നിലാണ്. എന്നെ 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 എക്സെട്രാ 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 ആരവരെക്കാളും എങ്ങനെ പറഞ്ഞവരാണെങ്കിലും എങ്ങനെ പ്രവർത്തിച്ചവരാണ് ഞാൻ അവരുടെ ലെവലിലല്ല. ആ പുതപ്പ് വീഴുന്നു, ആ പുതപ്പ് വീഴുന്നു, ആ പുതപ്പ് വീഴുന്നു, ആ പുതപ്പ് വീഴുന്നു. കണ്ടിന്യൂ. ആ പുതപ്പ് വീഴുന്നു, ആ പുതപ്പ് വീഴുന്നു, അഭിഷേകം വീഴുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ദൈവസഭയുടെ ജനറൽമാർ ദൈവത്തെ ആരാധിക്കട്ടെ. ശിവായിമാരെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവസഭയുടെ ജനറൽമാർ ദൈവത്തെ ആരാധിക്കട്ടെ. പ്രൊഫറ്റിക് ജനറൽമാർ ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ദൈവ രാജ്യത്തിന്റെ ജനറൽമാർ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. മറ്റുള്ളവരെ പോലെയല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ കോടിക്കണക്കിന് ജനമുണ്ടായിരിക്കും. സ്തോത്രം. അതെ, ലക്ഷക്കണക്കിന് ഓഫീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ ജീസസ് നെയിം ആ ലക്ഷക്കണക്കിന് ഓഫീസേഴ്സിനെ പോലെയല്ല. പകരം സംതിങ് ഗ്രേറ്റ്. ഈ ജനറേഷനിൽ അഭിഷേകം മുഖങ്ങളെ തകർക്കുന്നു, അഭിഷേകം ജയിലുകളെ പൊളിക്കുന്നു, അഭിഷേകം ബന്ധനങ്ങളെ ഉടച്ചു കളയുന്നു. For the glory of God, in every season and occasion, always one step ahead. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി എന്നും എവിടെയും എപ്പോഴും പലപടി ഞാൻ മുന്നിലായിരിക്കും. ബുദ്ധിയില്, സ്തോത്രം. അതേ, ബുദ്ധിയില്, ഈ എഡ്യൂക്കേഷനില് നീ പലപടി മുന്നിലാണ്. കരങ്ങളടിച്ച് ആരാധിക്ക്, കരങ്ങളെ അടിച്ചാരാധിക്ക്. അപ്പന്റെ ബുദ്ധിയല്ല, കുടുംബ ബുദ്ധിയല്ല, സ്വർഗത്തിലെ ബുദ്ധി. കുടുംബത്തിലെ ബുദ്ധി ഏറ്റെടുക്ക്. അതേ, സ്വർഗത്തിന്റെ ബുദ്ധി ഏറ്റെടുക്ക്. സ്വർഗത്തിന്റെ ബുദ്ധി, സ്വർഗത്തിന്റെ ബുദ്ധി, സ്വർഗത്തിന്റെ മെമ്മറി പവർ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. മറ്റുള്ളവരെ പോലെയല്ല.
ഏറ്റവും പിന്നിൽ കിടന്നവർ ഏറ്റവും മുന്നിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഏറ്റവും പിന്നിൽ കിടന്നവർ ഏറ്റവും മുന്നിലേക്ക് മാർച്ച് ചെയ്യുന്നു. യു ആർ ഗോയിങ് ടു ബി എ കീ പേഴ്സൺ. യു ആർ ഗോയിങ് ടു ബി എ കീ പേഴ്സൺ. അടുത്ത മന്ത്രിസഭയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിന്റെ ഓഫീസ് ആയിരിക്കും. അടുത്ത മന്ത്രിസഭയിൽ പല തീരുമാനങ്ങൾ നിന്റെ അധരത്തിലൂടെ ആയിരിക്കും പുറത്തു വരുന്നത്. കീ പേഴ്സൺ, കീ പേഴ്സൺ. അവരെ പോലെയല്ല, always one step ahead in Jesus name. ശത്രുക്കൾ പോലും നിന്നെ സല്യൂട്ട് ചെയ്യും. ശത്രുക്കൾ പോലും നിന്നെ സല്യൂട്ട് ചെയ്യും. ഹാമാന്മാർ നിന്നെ സല്യൂട്ട് ചെയ്ത് തന്നെയാകും. ഹാമാന്മാർ നിന്നെ സല്യൂട്ട് ചെയ്യും in Jesus name. ശത്രുക്കൾക്ക് പോലും നീ ഒരു അനുഗ്രഹമായിരിക്കും. ശത്രുക്കൾക്ക് പോലും നീ ഒരു അനുഗ്രഹമായിരിക്കും. ശത്രുക്കൾ പോലും പറയും, നിന്റെ ദൈവം അനുഗ്രഹിക്കുന്നവനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിന്റെ ദൈവം അനുഗ്രഹിക്കുന്നവനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി.